ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു ഈ രാജ്യത്തെ ഏറ്റവും വലിയ വിചാരണ, ആപ്കി അദാലത്ത്. രജത് ശർമ്മയോടൊപ്പം നമസ്കാരം. താങ്ക് യു വെരി മച്ച്. ആപ്കി അദാലത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ആപ്കി അദാലത്തിലെ ഇന്നത്തെ നമ്മുടെ അതിഥി ഒരു അത്ഭുത മനുഷ്യനാണ്. വളരെ ഗംഭീരമായ ശബ്ദമാണ് അദ്ദേഹത്തിന്. സരളമായി ഇംഗ്ലീഷ് സംസാരിക്കും. കണ്ണുകളിൽ ദയയും മനസ്സിൽ സ്നേഹവും സൂക്ഷിക്കുന്നു. പ്ലീസ് വെൽക്കം ശശി തരൂർ. ആപ്കി അദാലത്തിന്റെ ജഡ്ജിയും വളരെ വ്യത്യസ്തനായ ഒരു വ്യക്തിയാണ്. ശശി തരൂരിനെ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. ഡിപ്ലോമാറ്റ് ആയിരുന്നു, റൈറ്ററാണ്, കവിയാണ്. പ്ലീസ് വെൽക്കം പവൻ വർമ്മ. ഇദ്ദേഹത്തിന്റെ മേലുള്ള കുറ്റാരോപണങ്ങൾ ചുമത്തുന്നതിന് മുൻപ് ഇന്നത്തെ ജഡ്ജി പവൻ വർമ്മയുടെ അടുത്ത് ആദ്യം നമുക്ക് അനുവാദം ചോദിക്കാം. ആരംഭിക്കാവുന്നതാണ്. ശശി തരൂരിന്റെ മേലുള്ള കുറ്റങ്ങൾ നമ്മൾ ആരോപിക്കുന്നതിന് മുൻപ് അദ്ദേഹത്തിന്റെ കരിയർ നമുക്ക് ഒന്ന് കണ്ടു നോക്കാം. ശശി തരൂരിന്റെ അക്കാഡമിക് റെക്കോർഡ് വളരെ അത്ഭുതപ്പെടുത്തുന്നതാണ്. സ്കൂൾ മുതൽ കോളേജ് വരെ അദ്ദേഹം എപ്പോഴും ടോപ്പർ ആയിരുന്നു. തന്റെ 22ാമത്തെ വയസ്സിൽ ലജസ് സ്കൂളിൽ നിന്നും ഡോക്ടറേറ്റ് വാങ്ങി. അദ്ദേഹം ഒരു യങ്ങസ്റ്റ് സ്കോളർ ആയിരുന്നു. ശശി തരൂർ ഒരു ബ്രില്യൻ റൈറ്ററാണ്. ഇന്റർനാഷണൽ ഹെറാൾഡ് ട്രിബ്യൂൺ, ടൈം, പിന്നെ ന്യൂസ് വീക്ക് പോലെയുള്ള വലിയ വലിയ പബ്ലിക്കേഷനുകളിൽ എഴുതുന്നത് മാത്രമല്ല, ശശി തരൂർ ഫിക്ഷൻ ഓർ നോൺ ഫിക്ഷനിൽ ഇന്നുവരെ 20-ലധികം പുസ്തകങ്ങൾ ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇദ്ദേഹം തന്റെ 29ാമത്തെ വയസ്സ് വരെ യുണൈറ്റഡ് നേഷനിൽ ജോലി ചെയ്തിരുന്നു. വേൾഡ് എക്കണോമിക് ഫോറമിൽ ശശി തരൂറിന് ഗ്ലോബൽ ലീഡർ ഓഫ് ടുമോറോ എന്ന പുസ്തകം നൽകി. സോഷ്യൽ മീഡിയയിലും ശശി തരൂറിന് ധാരാളം ഫോളോവേഴ്സ് ഉണ്ട്. രാഷ്ട്രീയത്തിലും ശശി തരൂർ എൻട്രി ആയിരിക്കുന്നു. 2009 ഇദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്നു. ശശി തരൂർ തിരുവനന്തപുരത്തു നിന്നും 3 പ്രാവശ്യം ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. മൻമോഹൻ സിംഗ് ഗവൺമെന്റിൽ ശശി തരൂർ ആദ്യം വിദേശ മന്ത്രാലയത്തിലും അതിനുശേഷം എഡ്യൂക്കേഷൻ മിനിസ്റ്ററുമായി. ഇപ്പോൾ കുറച്ചുനാളായി പല ചർച്ചകളിലും ഇദ്ദേഹമുണ്ട്. കാരണം ഇദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ നാഷണൽ പ്രസിഡന്റ് ഇലക്ഷനിലും മത്സരിച്ചു. ഫോറിൻ അഫയേഴ്സിന്റെ എക്സ്പെർട്ട്, ഒപ്പം അത്ഭുതകരമായ ഓറിയേറ്ററും. എപ്പോഴും ന്യൂസുകളിൽ വരുന്ന ശശി തരൂർ ആപ്കി അദാലത്തിൽ അദ്ദേഹത്തിന്റെ മേലുള്ള കുറ്റാരോപണങ്ങൾക്ക് അദ്ദേഹം തന്നെ ഉത്തരം നൽകും. വരൂ, ഇന്നത്തെ ആപ്കി അദാലത്തിൽ ശശി തരൂരിന്റെ മേലുള്ള കുറ്റങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ആപ്കി അദാലത്തിൽ റൈറ്റർ ആൻഡ് പൊളിറ്റീഷ്യൻ ശശി തരൂരിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം ഒരു കുസൃതിക്കാരനാണെന്നാണ്. ശശി, ഇന്ന് ലോകത്തുള്ള എല്ലാവർക്കും താങ്കളെ അറിയാം. ആസ് എ നെറേറ്റർ, ആസ് എ റൈറ്റർ. പക്ഷേ കുട്ടിക്കാലത്ത് താങ്കൾ അച്ഛൻ്റെ അടുത്ത് നിന്നും ധാരാളം അടി വാങ്ങിച്ചിട്ടുണ്ടെന്ന് ഞാൻ കേട്ടു. ശരിയാണ്. കൊച്ചു പ്രായത്തിൽ കുറേ തല്ല് മേടിച്ചിട്ടുണ്ട്. അത് കൊച്ചു പ്രായത്തിൽ തെറ്റ് ചെയ്യാത്തവരാരുണ്ട്. മാതാപിതാക്കള് പറയുന്നൊന്നും കേൾക്കത്തില്ല, പിന്നെ കുറെ കുരുത്തക്കേട്. അത് 5-6 വയസ്സുള്ളപ്പോൾ താങ്കൾ 4th ഗ്രേഡിൽ അഡ്മിഷന് വേണ്ടി പോയെന്ന് കേട്ടു. എന്നെ ബോർഡിംഗ് സ്കൂളിൽ അയച്ചായിരുന്നു 5 വയസ്സിൽ. എന്തെന്ന് വെച്ചാൽ എൻ്റെ 2 സിസ്റ്റേഴ്സ് അപ്പോഴാണ് ജനിച്ചത്. അമ്മ പറഞ്ഞു ഐ ക്യാൻ മാനേജ് 3. ഇതിവിടെ ട്വിൻസിനെ പോലെ എൻ്റെ കയ്യിൽ തൂങ്ങുകയാണ്. പിന്നെ ഇവനാണെന്നുണ്ടെങ്കിൽ കുരുത്തക്കേടിൻ്റെ അങ്ങേയറ്റമാണ്. അതുകൊണ്ട് ബോർഡിംഗ് സ്കൂൾ. എൻട്രൻസ് എക്സാമിൽ എൻ്റെ റിസൾട്ടൊക്കെ വളരെ നല്ലതായിരുന്നു. 5-5.5 വർഷം കൊണ്ട് ഞാൻ എൻ്റെ 3rd ഗ്രേഡിലെത്തി. അവിടെ എനിക്കൊരു തെറ്റ് പറ്റി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു അഡ്മിഷൻ എടുക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിലുള്ളവരെല്ലാം 8 വയസ്സിന് മുകളിലുള്ളവരാണ്. ഞാനാണെന്നുണ്ടെങ്കിൽ 6 വയസ്സായിട്ടേ ഉള്ളൂ. ഇതിലാണെങ്കിൽ ആക്ച്വലി ഇമോഷണലി വർക്കൗട്ട് ആയില്ല. എൻ്റെ ഹെൽത്തും അത്ര നന്നായിരുന്നില്ല. കൊച്ചു പ്രായം തൊട്ട് എനിക്ക് ബ്രോങ്കൽ ആസ്മയുടെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്തായിരുന്നെങ്കിൽ ഇൻഹേലേഴ്സ് ഇല്ലായിരുന്നു, നെബുലൈസേഴ്സ് ഇല്ലായിരുന്നു. നമുക്കാണെങ്കിൽ ശ്വാസം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ കഷ്ടപ്പെടുകയും നിവർത്തിയുള്ളൂ. പിന്നെ കുറേ കഷ്ടപ്പാടായിരുന്നു. സ്കൂളിൻ്റെ ഹോസ്പിറ്റലിൽ, സ്കൂളിൻ്റെ ഇൻഫർമറിയിൽ കുറേ കഷ്ടപ്പാടിന് ശേഷം മാനേജ്മെൻറ്റ് തന്നെ മമ്മി ഡാഡിയോട് പറഞ്ഞു ഈ കുട്ടി ഇവിടുന്ന് തിരിച്ചു കൊണ്ടുപോയിക്കോളാൻ. പക്ഷേ ഞാൻ പരീക്ഷയെല്ലാം പാസ്സായി, 3rd സ്റ്റാൻഡേർഡ് എക്സാം എല്ലാം പാസ്സായി കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ തോന്നി 4ാം ക്ലാസ്സിലേക്ക് അപ്ലൈ ചെയ്തേക്കാമെന്ന്.
തിരിച്ച് മുംബൈയിലെത്തി. എൻ്റെ മമ്മിയും പപ്പായും അവിടെയായിരുന്നു താമസിച്ചിരുന്നത്. പക്ഷേ അവിടുത്തെ സ്കൂൾ പരീക്ഷ പാസ്സായി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഒരു കാരണവശാലും 6 വയസ്സുള്ള കുട്ടിയെ 4ാം ക്ലാസ്സിൽ കൊണ്ടുപോകാൻ പറ്റില്ല. ലെറ്റ് ഹിം റിപ്പീറ്റ് ദ 3rd ഗ്രേഡ്. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി തക്കവണ്ണം താങ്കളുടെ തലച്ചോറ് എങ്ങനെ പ്രവർത്തിച്ചു? അതിപ്പോൾ ദൈവത്തിനോട് ചോദിക്കേണ്ടി വരും. കാരണം വീട്ടിൽ വിരുന്നുകാർ വരികയാണെങ്കിൽ പോയം പാടാൻ പറയാറുണ്ട്, പക്ഷെ താങ്കളോട് ഇംഗ്ലീഷ് സംസാരിക്കാനല്ലേ പറയാറ്? ഇതിപ്പോൾ തമാശയായിട്ട് പറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. അതോടൊപ്പം എല്ലാ വർഷവും ക്ലാസ്സിൽ താങ്കളാണ് ഫസ്റ്റ് എന്ന് കേട്ടു. അത് ശരിയാണ്. ശരിക്കും ഒരു വർഷം എന്നെ കൊണ്ട് എത്താൻ പറ്റില്ല. 8th സ്റ്റാൻഡേർഡിൽ ഞാൻ 3ാം സ്ഥാനത്തായിപ്പോയി. അതെനിക്ക് ഒത്തിരി സങ്കടമായിപ്പോയി. വീട്ടിൽ വെച്ച് നല്ല കരച്ചിലാണെന്ന് കേട്ടു, ശരിയല്ലേ? ആ, തീർച്ചയായും അത് തന്നെയാണ്. വീട്ടിലായിരുന്നോ മരണം നടന്ന പോലെയായിരുന്നു. ആരും എന്നോട് സംസാരിക്കാൻ പോലും തയ്യാറല്ലായിരുന്നു. പക്ഷേ ന്യൂസ് പേപ്പർ വായിക്കുന്ന ശീലം ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാണോ ഇത്രയും നോളജ് വന്നത്? എൻ്റെ പിതാവ് ന്യൂസ് പേപ്പറിന് വേണ്ടി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം സ്റ്റേറ്റ്സ്മാൻ്റെ ബോംബെ മാനേജറായിരുന്നു. രാവിലെ എഴുന്നേറ്റ ഉടനെ ബോംബെ സിറ്റിയിലുള്ള എല്ലാ ന്യൂസ് പേപ്പറും ചായ കുടിച്ച് തീർക്കുന്നതിനുള്ളിൽ വായിച്ച് തീർക്കും. എന്നെ 5-6 വയസ്സ് തൊട്ട് തന്നെ കൂടെ ഇരുത്തി എല്ലാം വായിപ്പിക്കുമായിരുന്നു. കൊച്ചു പ്രായം തൊട്ട് തന്നെ എനിക്കത് ശീലമായി. രാവിലെ എഴുന്നേൽക്കണം, ചായ കുടിക്കണം, ന്യൂസ് പേപ്പർ വായിക്കണം. പിന്നെ വൈകിട്ട് വെളിനാട്ടിലുള്ള ന്യൂസ് പേപ്പർ ഫ്ലൈറ്റിൽ വരുമായിരുന്നു. അതല്ല അച്ഛൻ മേടിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരുമായിരുന്നു. സോ ഞാൻ രാവിലെ 5-6 പേപ്പർ വായിക്കും, വൈകിട്ട് 4-5 വേറെ രാജ്യത്തെ പേപ്പർ വായിക്കും. മാഗസീൻസ് വരുമായിരുന്നു വീട്ടിൽ. പിന്നെ അന്നത്തെ സമൂഹത്തിൽ ടെലിവിഷനിലായിരുന്നു, നിറ്റൻഡോ ഇല്ലായിരുന്നു, പ്ലേ സ്റ്റേഷനിലായിരുന്നു. പിന്നെ മൊബൈൽ ഫോണിനെ പറ്റി ഒന്നും ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഓരോന്ന് എന്താ പറയുക, പഠിപ്പിസ്റ്റായിട്ട് മാറി. ഇന്ന് നോക്കുകയാണെങ്കിൽ താങ്കൾ ജനങ്ങൾക്ക് ഇത്രയധികം നോളജ് നൽകുന്നുണ്ട്. താങ്കളുടെ നാക്കിൽ ഇംഗ്ലീഷ് ഓടിക്കളിക്കുന്നു, ആവശ്യത്തിനുള്ള നോളജ് ഉണ്ട്. ഇത് കുട്ടിക്കാലം മുതലേ ഇങ്ങനെയായിരുന്നു? അതെന്റെ ശീലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂലയ്ക്ക് ഇരുന്നിട്ട് ബുക്ക് പഠിക്കുക. പിന്നെ വേറെ എവിടെയെങ്കിലും മാതാപിതാക്കൾ എന്നെ കൊണ്ടുപോയാൽ പോലും വേറെ ആരോട് സംസാരിക്കാതെ ഏതെങ്കിലും മൂലയിൽ ഇരിക്കത്തേ ഉള്ളൂ. അച്ഛനും അത് ഇഷ്ടമല്ലായിരുന്നു. എന്നോട് പറഞ്ഞിട്ടുണ്ട്, ജീവിതത്തിൽ മറ്റുള്ളവരോട് സംസാരിക്കുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചുമ്മാതെ മൂലയിൽ നിന്നിട്ട് ഒരു ബുക്ക് പഠിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവും ഇല്ല, അടിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു, സ്കൂളിൽ എന്ത് കോമ്പറ്റീഷൻ നടന്നാലും, ഡിബേറ്റിംഗ് കോമ്പറ്റീഷൻ ആണെങ്കിലും എന്താണെന്നുണ്ടെങ്കിൽ എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറയുമായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ 10ാമത്തെ വയസ്സിൽ ഒരു ഫേമസ് തിയേറ്റർ പേഴ്സണാലിറ്റി പേൾ പ്രഥം സിംഗ്, അദ്ദേഹം ഞങ്ങളുടെ സ്കൂളിൽ ഡ്രാമ ക്ലാസ് തുടങ്ങി. പുള്ളിക്കാരൻ്റെ മെയിൻ സ്റ്റുഡൻറ്റ് ഞാനായിരുന്നു. അങ്ങനെ ഞാൻ അഭിനയിക്കാനും പഠിച്ചു. കുട്ടിക്കാലം മുതലേ ഡ്രാമ ചെയ്തിരുന്നു അല്ലേ? ഞാൻ അത് പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ചെയ്യുന്നില്ല കേട്ടോ, അത് പ്രത്യേകം പറയണല്ലോ. സോ താങ്കളുടെ ആഗ്രഹം എന്തായിരുന്നു? അച്ഛൻ്റെ അമ്മയുടെയും ആഗ്രഹം എന്തായിരുന്നു? എല്ലാവരെയും പോലെ മിഡിൽ ക്ലാസ് അപ്പനും അമ്മയും എന്താ ആഗ്രഹിക്കുന്നത്? എഞ്ചിനീയർ ആകണം, ഡോക്ടർ ആകണം, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കില്ലേ. പക്ഷേ എന്നെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സയൻസിൽ നല്ല മാർക്ക് എടുക്കുമായിരുന്നു. പക്ഷേ എനിക്ക് സയൻസിലാണ് ഇൻട്രസ്റ്റ് ഇല്ല. ആ കാലത്തിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 9th സ്റ്റാൻഡേർഡിലാണ് സ്പ്ലിറ്റ് ആകുന്നത്, ഹ്യൂമാനിറ്റീസ് ആണോ സയൻസ് ആണോ എന്ന്. ഞാനാണെന്നുണ്ടെങ്കിൽ ഹ്യൂമാനിറ്റീസ് തന്നെ സെലക്ട് ചെയ്തു. അതറിഞ്ഞപ്പോൾ സ്കൂൾ അതോറിറ്റീസിന് ഭയങ്കര ദേഷ്യം. അപ്പനെ അമ്മയും വരെ സ്കൂളിലേക്ക് വിളിപ്പിച്ചു. അവർ പറഞ്ഞു, ഇവനാണ് ഞങ്ങളുടെ ബെസ്റ്റ് സയൻസ് സ്റ്റുഡൻറ്റ്, പക്ഷേ ഇവൻ എന്തിനാണ് സയൻസ് എടുക്കാതെ ഹ്യൂമാനിറ്റീസ് എടുക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അച്ഛനും എന്നോട് ചോദിക്കാൻ തുടങ്ങി, ബിക്കോസ് അച്ഛൻ്റെ സ്വപ്നം അതായിരുന്നു, ഡോക്ടർ ആകണം, എഞ്ചിനീയർ ആകണം. ഞാൻ പറഞ്ഞു, എനിക്കിതിലൊന്നും സത്യമായിട്ട് ഇൻട്രസ്റ്റ് ഇല്ല, പ്രത്യേകിച്ച് സയൻസിൽ. അച്ഛൻ ചോദിച്ചു, നീ അപ്പോൾ സയൻസിൽ ഫസ്റ്റ് വരുന്നുണ്ടല്ലോ എന്ന്. ഞാൻ പറഞ്ഞു, പരീക്ഷയിൽ ഞാൻ ഫസ്റ്റ് വരുന്നുണ്ട്, പക്ഷേ അടുത്ത ദിവസം തന്നെ ഞാൻ പഠിച്ചതെല്ലാം മറന്നു പോകുന്നു. പക്ഷേ എൻ്റെ അടുത്ത് സാഹിത്യം, ലിറ്ററേച്ചർ എന്തെങ്കിലും എന്നോട് ചോദിച്ചു നോക്ക്, സ്കൂളിൽ പഠിച്ചതെല്ലാം പറയാൻ പറ്റും, പഠിപ്പിക്കാത്തത് എന്നെ കൊണ്ട് പറയാൻ പറ്റും. സ്കൂളിൽ പഠിപ്പിച്ചതിനേക്കാൾ കൂടുതൽ എനിക്കറിയാമായിരുന്നു. സ്കൂളിൽ പഠിപ്പിക്കാത്ത ഒത്തിരി കാര്യങ്ങൾ എനിക്കറിയാമായിരുന്നു. ശരിയടാ മോനെ, എല്ലാം നിന്റെ ഇഷ്ടമെന്ന് അച്ഛൻ അങ്ങ് പറഞ്ഞു. ആ കാലത്തിൽ സീനിയർ കേംബ്രിഡ്ജ് എക്സാമിനേഷൻ നടക്കും. ഞങ്ങൾ ആ എക്സാം എഴുതി കഴിയുമ്പോഴത്തേക്ക് ആ പേപ്പറെല്ലാം ഷിപ്പിലെ കറക്ഷന് വേണ്ടിയിട്ട് കേംബ്രിഡ്ജിൽ പോകും, കറക്ഷന് വേണ്ടി. അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനാണ് മാക്സിമം മാർക്ക് സ്കോർ ചെയ്തിരിക്കുന്നത്. ബെസ്റ്റ് ഓഫ് 5 സബ്ജക്ട്സ് എനിക്കാണ് കിട്ടുക. വെസ്റ്റ് ബംഗാൾ സ്റ്റേറ്റിൽ നിന്ന് എനിക്കൊരു ഗോൾഡ് മെഡലും കിട്ടിയിട്ടുണ്ട്. ഭാരതീയ ഗോൾഡ് മെഡൽ അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ അതും എനിക്ക് തന്നെ കിട്ടിയേനെ, കാരണം ഞാൻ അതിനേക്കാൾ കൂടുതൽ മാർക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനിതൊന്നും സീരിയസ് ആയിട്ട് എടുത്തില്ല. കാരണം എനിക്കറിയാമായിരുന്നു പരീക്ഷയിൽ പാസ്സാകുന്നത് കൊണ്ട് മാത്രം ഒരു എഡ്യൂക്കേഷണൽ പേഴ്സണായി മാറാൻ പറ്റില്ല എന്ന്. മനസ്സിൽ എന്താണ് ഉള്ളത്, പരീക്ഷയ്ക്കാകെ പഠിക്കുന്നു, എഴുതി കഴിയുമ്പോൾ അതെല്ലാം മറക്കുന്നു, പക്ഷേ തലച്ചോറിൽ നിലനിൽക്കുന്നതാണ് എഡ്യൂക്കേഷൻ. പൊതുവെ ആരാണ് മാർക്ക് കൂടുതൽ വാങ്ങിക്കുന്നത് അവരെയാണ് നമ്മൾ ഇന്റലിജന്റ് എന്ന് വിളിക്കാറുള്ളത്. താങ്കൾ പറയുന്നത് നമ്പർ വാങ്ങുന്നതിൽ താങ്കൾ എക്സ്പേർട്ട് ആയിരുന്നു എന്ന്. പക്ഷേ നോളജ് അക്യൂർ ചെയ്യുന്നത് മറ്റൊരു കാര്യമല്ലേ? അത് വേറെ കാര്യം. പക്ഷേ എനിക്ക് എപ്പോഴെങ്കിലും ഒരു വിദ്യാർത്ഥിയോടോ ഇല്ലെങ്കിൽ ടീച്ചേഴ്സിനോടോ സംസാരിക്കാൻ അവസരം കിട്ടിയാൽ ഞാൻ ടീച്ചേഴ്സിനോട് ഇതാണ് പറഞ്ഞു കൊടുക്കുന്നത്, എന്ത് ചിന്തിക്കണമെന്ന് നിങ്ങൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പാടില്ല. എന്ത് പഠിക്കണം, എന്ത് എഴുതണം, നിങ്ങൾ പറയുന്ന ടെക്സ്റ്റ് ബുക്ക് പഠിക്കാൻ, ലെക്ചർ കേൾക്ക്, പരീക്ഷയിൽ ഇങ്ങനെയൊക്കെ എഴുതി പാസ്സാക്,
എൻ്റെ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ 21st സെഞ്ച്വറിയിൽ ഇതൊന്നും യൂസ് ചെയ്യേ ആകില്ല. 3 ഇഡിയറ്റ്സിൽ വരുന്ന ഹമീർ ഖാനോട് സംസാരിക്കുന്നത് പോലെയുണ്ട്. ആ പടത്തിന്റെ ഫിലോസഫി ഇത് തന്നെയാണ്. ഓൾ ഈസ് വെൽ. അത് ഞാൻ പറയത്തില്ല. ഏതെങ്ങനെ ഇരുന്നാലും വിദ്യാഭ്യാസം അത്യാവശ്യമാണ്. പഠിച്ചാൽ മാത്രമാണ് ഓൾ ഈസ് വെൽ. എനിക്ക് ഓർമ്മയുണ്ട്, യൂണിവേഴ്സിറ്റിയിൽ താങ്കൾ ടോപ്പർ ആയിരുന്നു. അതോടൊപ്പം ഫോറിൻ സർവീസിൽ പോകാൻ താങ്കൾ ആഗ്രഹിച്ചിരുന്നു. എൻ്റെ ആഗ്രഹം അതായിരുന്നു. പക്ഷേ ആ കാലത്തിൽ നിങ്ങൾക്ക് മറക്കാൻ പാടില്ല, UPSC എക്സാമിൽ നിങ്ങൾ ഫസ്റ്റ് 10 വന്നില്ലെങ്കിൽ, ആദ്യത്തെ 10 ഗ്രേഡിൽ വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഫോറിൻ സർവീസ് കിട്ടത്തില്ല. ദേ ഇവിടെ തന്നെ 2 ജഡ്ജി ഇരിക്കുന്നുണ്ടല്ലോ. ചോദിക്ക്, ഇദ്ദേഹം ഇന്ത്യയിൽ തന്നെ 5ഓ 6ഓ റാങ്കിനുള്ളിലായിരിക്കും വന്നിരിക്കുക. ഫോറിൻ സർവീസാണ് പറഞ്ഞത്. കാരണം ഈ സിസ്റ്റം അന്ന് തൊട്ടേ ഉള്ളതാണ്. അത് കഴിഞ്ഞിട്ടാണ് IASനെ പറ്റി ചിന്തിക്കാൻ തുടങ്ങിയത്. എനിക്കൊരു സീനിയർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഹിസ്റ്ററിയിൽ ഭയങ്കര എക്സ്പെർട്ടായിരുന്നു. അതുമല്ല, അദ്ദേഹം ഒരു പ്രസ്റ്റീജിയസ് ഗ്രാജുവേറ്റ് സ്കൂൾ ഇൻ്റർനാഷണൽ അഫയേഴ്സ് അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് അത് കിട്ടിയില്ല. പുള്ളി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൻ്റെ കാറ്റലോഗ്സ് ഇല്ലേ, അത് കൊണ്ടുവന്ന് എന്നെ കാണിച്ചിട്ട് എന്നോട് പറഞ്ഞു, നീ അപ്ലൈ ചെയ്യാൻ. എനിക്ക് കിട്ടിയില്ല, നിനക്ക് കിട്ടണം. ശരിയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്ലൈ ചെയ്തു. എനിക്ക് അഡ്മിഷനും കിട്ടി, സ്കോളർഷിപ്പും കിട്ടി. എനിക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറിൻ സർവീസ് എക്സാം പിന്നെ വന്ന് വേണമെന്നുണ്ടെങ്കിൽ എഴുതാം. ഇപ്പൊ പോയി നോക്കാം. എന്തെങ്കിലും ഒരു മിസ് ചാൻസിനകത്ത് ഫോറിൻ സർവീസിനകത്ത് ഞാൻ കിട്ടിയില്ലെങ്കിൽ നാടൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമല്ലോ. നിങ്ങൾക്കൊന്നും ഇപ്പൊ പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാകണമെന്നില്ല. പക്ഷെ ആ കാലത്തിലെ വെളിനാട്ടിലൊക്കെ പോവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് അഫോർഡബിളേ അല്ല. അന്ന് ചെറിയ ശമ്പളമാണുള്ളത്. അന്ന് എനിക്കൊരു എയർ ഇന്ത്യ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ലോൺ എടുക്കേണ്ടി വന്നു. എന്നിട്ട് ഞാൻ കഷ്ടപ്പെട്ട് പോകാൻ തയ്യാറായി. എന്താണെന്ന് വെച്ചാൽ വിദേശത്ത് പോയി അവിടെയെല്ലാം എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കി കാണണം. എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് ഫോറിൻ എക്സ്ചേഞ്ചിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. നമുക്ക് $8 കിട്ടത്തുള്ളായിരുന്നു. അന്ന് ആ കാലത്തിൽ $8 എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ 60 രൂപ കൂടെ കിട്ടില്ലായിരുന്നു. $1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 7 രൂപ 7.5 രൂപ ആയിരുന്നു. കണ്ടോ, നിങ്ങൾക്ക് $8 കിട്ടുന്നത്. $8 നിങ്ങൾ വിദേശത്ത് പോകുന്നത്. സോ എനിക്കെപ്പോഴും ഓർമ്മ വരുന്നൊരു കാര്യം, ഫ്ലൈറ്റിൽ നിന്ന് താഴെ ഇറങ്ങിയപ്പോൾ ഒരു വലിയ പോർട്ടർ വന്നു. എൻ്റെ അടുത്ത് വന്ന് പെട്ടി എടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, വേണ്ട വേണ്ട, ഞാൻ ആക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു. ഞാനെന്താ ചെയ്യുക, $8 $1 അയാൾക്ക് കൊടുക്കേണ്ടി വന്നു. അപ്പം തന്നെ ഞാൻ ഡിസൈഡ് ചെയ്ത് എനിക്ക് അന്ന് ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പറ്റില്ല. അന്ന് പെട്ടി എടുത്തോണ്ട് പോകുന്നതിന് $1 കൊടുക്കണമല്ലോ. അന്നത്തെ അവസ്ഥ അങ്ങനെയായിരുന്നു. അങ്ങനെ ഞാനും അമേരിക്കയിൽ പോയി. അന്ന് അവിടെയും ഒരു ബെസ്റ്റ് സ്റ്റുഡൻ്റ് എന്നുള്ള അവാർഡ് മേടിക്കാനായിട്ട് നല്ലൊരു അവസരം കിട്ടി. പിന്നെ എനിക്കെന്താ പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കോളർഷിപ്പ് തീരും, പിന്നെ റിന്യൂ ചെയ്യാൻ പറ്റില്ല. നാച്ചുറലി എനിക്ക് അവിടെ നിന്ന് തിരിച്ചു വരേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് പഠിച്ച് 3 ഡിഗ്രി മേടിച്ചു 3 വർഷം കൊണ്ട്. അത് ഏതൊക്കെ ഡിഗ്രി? ഒരെണ്ണം MA ആയിരുന്നു, അതൊരു വർഷം കൊണ്ട് തീർത്തു. വേറെ ഒരെണ്ണം MA LD ആയിരുന്നു, MPhil പോലെ ലോ ആൻഡ് ഡിപ്ലോമസി. മൂന്നാമത്തത് എൻ്റെ PhD. ഇതൊക്കെ ചെയ്തിട്ട് ഞാൻ അവിടെ ഒരു റെക്കോർഡ് തന്നെ ഞാൻ ഉണ്ടാക്കി. അതേ സ്കൂളിൽ തന്നെ ഫ്ലെച്ചർ സ്കൂൾ ഓഫ് ഡിപ്ലോമസി. ഇത് ആരെ കൊണ്ട് ഈ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ലെന്നാണ് അവർ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ എക്സെപ്ഷൻസ് എന്തായാലും ഉപയോഗിച്ചത് ഈ ഷോർട്ട് പീരീഡിൽ ഞാൻ തീർത്തത് കൊണ്ട് ആ എക്സെപ്ഷൻസ് എല്ലാം അവരത് എടുത്ത് മാറ്റി. അവരെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 22 വയസ്സുള്ള സ്റ്റുഡൻറ്റിന് എങ്ങനെ PhD കൊടുക്കാൻ പറ്റും? ഇതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. ഭാവിയിലാണെങ്കിൽ അതോടുകൂടി റൂൾസ് റെഗുലേഷൻസ് എല്ലാം മാറ്റി. ഇനി ഭാവിയിൽ ആർക്കും കിട്ടില്ല. പക്ഷേ എനിക്ക് 22 വയസ്സിൽ ഒരു PhD കിട്ടി. അതായത് താങ്കൾ 22ാമത്തെ വയസ്സിൽ ഡോക്ടർ. അതെ. പക്ഷേ കോളേജ് ലൈഫിൽ താങ്കൾ കാണിച്ച കുസൃതികളെ പറ്റി പവൻ സാറിന് ഈസിയായിട്ട് പറയാൻ സാധിക്കും. ചിലപ്പോ പറയാൻ പറ്റുമായിരിക്കും. അവിടെ ചെറിയൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കോളേജിനകത്ത് തന്നെ താമസിക്കുകയായിരുന്നു. റെസിഡൻസ് അങ്ങനെയാണ് പറയുന്നത്. പവൻ ഡൽഹിയിൽ താമസിച്ചിട്ടാണ് ക്ലാസ്സിന് വരുന്നത്. അതുകൊണ്ട് ഇവരൊക്കെ കോളേജിൽ നിന്ന് വീട്ടിൽ പോയതിന് ശേഷമാണ് ഞങ്ങളുടെ അലപ്പുറം എല്ലാം കാണിക്കുന്നത് അവിടെ. അതായത് റെസിഡൻസിൽ കാണിക്കുന്ന കാര്യങ്ങൾ ഇവരൊന്നും അറിയുന്നതേയില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒരു ഹ്യൂമറസ് സൊസൈറ്റി തന്നെ ഉണ്ടായിരുന്നു. അതാണ് ഉഡാവ് സൊസൈറ്റി. ഒരാൾ കുറേ വർഷം മുമ്പ് ആരംഭിച്ചതാണ്, അത് ഇനാക്റ്റീവ് ആയിപ്പോയി. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, എന്തുകൊണ്ട് റിവൈവ് ചെയ്യാൻ പറ്റില്ല. ഞാനാണെങ്കിൽ 4-5 ഫ്രണ്ട്സിനെ കൂടെ കൂട്ടിയ ഉഡാവ് സൊസൈറ്റി റിവൈവ് ചെയ്തെടുത്തു. അവിടെ ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിമിക്രി കോമ്പറ്റീഷൻ, ഹ്യൂമറസ് സ്പീച്ച് കോമ്പറ്റീഷൻ, പിന്നെ ഒരു പ്രാക്ടിക്കൽ ജോബ് കോമ്പറ്റീഷനും. ഞങ്ങൾക്ക് ഒരു ഹിസ്റ്ററി ടീച്ചർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ദ്വിവേദി സാർ. അദ്ദേഹം ടീച്ചേഴ്സിൻ്റെ അവർ കുറച്ച് ഇതായിട്ട് സംസാരിക്കും. അതുകൊണ്ട് അദ്ദേഹത്തിനെ ഫാക്കൽറ്റി അഡ്വൈസർ ആക്കുകയാണെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ രക്ഷപ്പെടാൻ പറ്റും.
അദ്ദേഹത്തിനെ ഫാക്കൽറ്റി അഡ്വൈസർ ആക്കിയപ്പോൾ ഞങ്ങളുടെ പ്രാക്ടിക്കൽ ജോബ് കോമ്പറ്റീഷന് ഈ റൂൾ ഉണ്ടായിരുന്നു. എന്ത് പ്രാക്ടിക്കൽ ജോബ് ആയിരുന്നാലും ദ്വിവേദി സാറിന്റെ അപ്രൂവൽ വാങ്ങിയിട്ട് അത് കഴിഞ്ഞ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ആൻഡ് ഓൺലി അപ്രൂവ്ഡ് ജോബ്സ്. അവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഗ്രേറ്റ് ട്രഡീഷൻ സ്റ്റാർട്ടഡ്. ഞാൻ ഒത്തിരി അഭിമാനത്തോടുകൂടി തന്നെ പറയും, ആ പ്രാക്ടിക്കൽ ജോബ്സ് എല്ലാത്തിനും എനിക്ക് സഹായമായിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ എക്സാമ്പിൾ ഞങ്ങളോട് പറയാൻ സാധിക്കുമോ? ഞാൻ എന്താ പറയുക, കുറേ ഉണ്ടായിരുന്നു. ഞാൻ ഒരെണ്ണം പറയാം. അത് ഞാൻ ചെയ്തതല്ല, ഞാൻ വിക്ടിം ആയിരുന്നു. ഞങ്ങളുടെ 3rd ഇയറിൽ ഞാനായിരുന്നു യൂണിയൻ പ്രസിഡന്റ്. ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. അതും ആദ്യത്തെ ഇലക്ഷനിൽ തന്നെ കോളേജ് യൂണിയൻ പ്രസിഡന്റ്. ഞങ്ങളുടെ കോളേജിൽ ഒരു റൂൾ ഉണ്ടായിരുന്നു, 7 മണിക്കോ 8 മണിക്കോ ഗേറ്റ് അങ്ങ് അടയ്ക്കും. പവന് ചിലപ്പോൾ ഞാൻ ഓർമ്മയുണ്ടാവും, 7 മണിക്കാണോ 8 മണിക്കാണോ ഗേറ്റ് അങ്ങ് അടയ്ക്കും. അപ്പോൾ ഏകദേശം 9 മണിക്ക് ഒരു സീനിയർ വരും. ഞങ്ങൾ 3rd ഇയർ ആയിരുന്നു, അയാൾ ലാസ്റ്റ് ഇയർ. പുള്ളിക്കാരൻ വന്ന് പറഞ്ഞു, എൻ്റെ കൂടെ ഒരു പെണ്ണുണ്ട്, അവളെ എങ്ങനെയെങ്കിലും എൻ്റെ കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല, അത് എക്സ്പെല്ലായിപ്പോൾ, ഇല്ലെങ്കിൽ എനിക്ക് ഹെൽപ്പ് ചെയ്തേ പറ്റൂ. ഞാൻ പറഞ്ഞു, ഞാനെന്ത് ചെയ്യാൻ പറ്റും, ഞാനൊരു പ്രസിഡന്റാണ്, നിങ്ങൾ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, നിങ്ങൾ എങ്ങനെ അകത്താ കൊണ്ടുവന്നത് അതിനെ? ശരി, ആ പെണ്ണ് ആരാണെന്നെങ്കിലും ഒന്ന് കാണിക്കെന്ന് പറഞ്ഞ് ഞാൻ വിചാരിച്ച് ശരി കോളേജിൽ ഏതെങ്കിലും സ്റ്റുഡൻസ് ആയിരിക്കും, അല്ലെങ്കിൽ അടുത്തുള്ള കോളേജിൽ നിന്ന് ടീ കുടിക്കാൻ അങ്ങനെ വന്നതായിരിക്കും. ഇതാണെങ്കിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള പെണ്ണായിരുന്നു. കേർട്ടൊക്കെ ഇട്ടിട്ട്, ഒത്തിരി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട്, വലിയ വിഗൊക്കെ. ഞാൻ തന്നെ പേടിച്ചു പോയി. അതൊരു നല്ല പെണ്ണായിട്ട് എനിക്ക് തോന്നിയില്ല. ഇവിടെ എങ്ങനെയെങ്കിലും വെളിയിലെടുക്കണമെന്ന് പറഞ്ഞു. എനിക്കത് ന്യായമായിട്ട് തോന്നിയില്ല. ഈ പെണ്ണിൻ്റെ കൂടെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കോളേജിൽ നിന്ന് അടിച്ച് വെളിയിലാക്കും. ഒട്ടും സുരക്ഷിതമല്ല. ഞാനെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഗേറ്റ് കീപ്പറിൻ്റെ അടുത്ത് പോയിട്ട് ഒരു 2 മിനിറ്റ് എനിക്ക് ഒരാളിനെ വെളിയിലിറക്കണം, അതെല്ലാം പറഞ്ഞ് ശരിയാക്കി വരുമ്പോഴത്തേക്ക് എല്ലാവരും എന്നെ നോക്കി ചിരിക്കാൻ തുടങ്ങി. നിന്നെ ഞങ്ങൾ പറ്റിച്ചയാണെന്ന് പറഞ്ഞു. അപ്പം ആ പെണ്ണിൻ്റെ വിഗൊക്കെ ഊരി, സ്കേർട്ട് ഊരി കഴിഞ്ഞപ്പോൾ നമ്മുടെ കോളേജിലെ ഫ്രഷർ. സോ അതായത് അതൊരു പ്രാക്ടിക്കൽ ജോക്കായിരുന്നു, പക്ഷേ വിക്ടിം ഞാനാണ്. ഇതൊരു ഉദാഹരണം. വേറെയും കുറേ ഉണ്ട്. എൻ്റെ അറിവിൽ ആ വർഷം അവർക്ക് തന്നെയാണ് പ്രൈസ് കിട്ടിയത്. എന്താണെന്ന് വെച്ചാൽ അവർ പറ്റിച്ചത് കോളേജിൻ്റെ പ്രസിഡന്റിനെ തന്നെയാണ്. ചില സമയത്ത് നിങ്ങൾ ചില വാക്കുകളൊക്കെ പറയുമ്പോൾ അത് കണ്ടുപിടിക്കാൻ ഞങ്ങൾ ഡിക്ഷണറി നോക്കണം. ഇത്രയും നല്ല ഇംഗ്ലീഷ് എവിടുന്നാണ് പഠിച്ചത്? അതൊക്കെ വിദ്യാഭ്യാസത്തിൽ തന്നെ കിട്ടി. അതുമല്ല, ഞങ്ങളുടെ കോളേജിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് 50 വർഷം മുമ്പ് നടന്ന കാര്യമാണ്. അന്നുള്ള ജനങ്ങളൊക്കെ എന്ന് വെച്ചാൽ എല്ലാവരും നല്ലവണ്ണം ഇംഗ്ലീഷ് സംസാരിക്കുന്നവരാണ്. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയത്തിൽ അത് സംസാരിച്ചാൽ പോലും പലരും എന്നോട് ഇപ്പം ആരെങ്കിലും വഴക്ക് പറയും, പക്ഷെ അതൊക്കെ നമ്മൾ കോളേജ് ഡിബേറ്റിൽ തന്നെ യൂസ് ചെയ്യുമായിരുന്നു. എന്തൊക്കെയാ ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാവും, ഒരു പ്രാവശ്യം രജിത്തിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു വേറെ ഒരു ചാനൽ. അദ്ദേഹം എനിക്കെതിരായി ഒരു മോശമായിട്ടുള്ള പ്രോഗ്രാം ഒന്ന് നടത്തി. ഞാൻ പറഞ്ഞു, ഫെറഗോ ഓഫ് ഡിസ്ട്രോഷൻ, മിസ്റെപ്രസെൻറ്റേഷൻ ആൻഡ് ഔട്ട്റൈറ്റഡ് ലൈസ്. ഞാനിതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ച് ഇതെന്തായാലും അയാൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന്. ഫെറാഗോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കോളേജിൽ ഡിബേറ്റിൽ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ എതിരാളി തന്നെ എന്നോട് പറഞ്ഞു ഫെറാഗോ ഓഫ് മിസ്റ്റേക്ക് ആൻഡ് അസംഷൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയായിരുന്നു. പക്ഷെ പിന്നീടാണ് അറിഞ്ഞത് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ ഒരു ട്വീറ്റ് വന്നു, 10 ലക്ഷം പേര് ഈ ഫെറാഗോയുടെ മീനിങ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇന്റർനെറ്റിൽ. പിന്നെ കഴിഞ്ഞ 30 വർഷത്തിൽ ഈ 5 അല്ലെങ്കിൽ 6 ആൾക്കാരാണ് ഈ ഫെറാഗോ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം സെർച്ച് ചെയ്തിട്ടുണ്ടാവുക. 10 ലക്ഷം എവിടുന്ന് വന്നു? അതിനവർ മറുപടി പറഞ്ഞത്, ഇന്ത്യയിൽ ഇതേ കണക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഒരാളുണ്ട്, അദ്ദേഹമാണ് ഇത് ഉപയോഗിച്ചത്, അതാണ് ഞങ്ങൾ സെർച്ച് ചെയ്തത്. പക്ഷെ ചില സമയങ്ങളിൽ താങ്കൾ പറയുന്ന വാക്കുകളെല്ലാം അവർ ഡിക്ഷണറിയിലേക്ക് ആഡ് ചെയ്യുന്ന അങ്ങനൊന്നുമില്ല കേട്ടോ. ഇത് നടന്നു കഴിഞ്ഞപ്പോഴാണ് ഞാനും ചിന്തിക്കാൻ തുടങ്ങിയത്, ഇത് വെച്ച് ആരെങ്കിലും കളിയാക്കാൻ പറ്റുമല്ലോ. ജനങ്ങൾ പറയുന്നത് ഇത് വലിയ വലിയ വാക്കുകളൊക്കെ ഉപയോഗിക്കുന്ന ആളാണെന്ന് പറയുകയാണെങ്കിൽ ഞാൻ എന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാ? ഒരു പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാവാൻ സാധ്യതയില്ല, ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, അദ്ദേഹം എൻ്റെ കൂടെ തന്നെ ഇലക്ഷൻ ഒന്നും ജയിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം പവനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടായിരിക്കും. ഒരു ദിവസം ഞങ്ങളുടെ പാർട്ടിയൊക്കെ വിട്ടിട്ട് BJPയിൽ പോയി ചേർന്നു. ഞാനാണെങ്കിൽ അന്ന് ഒരു ട്വീറ്റ് ഇട്ടായിരുന്നു, വേർഡ് ഓഫ് ദ ഡേ. ഒരു വാക്ക് ഞാൻ ഉപയോഗിച്ചു, അത് ഞാൻ തന്നെ ശരിക്കും ഉപയോഗിക്കുന്നതല്ല, പക്ഷെ അറിയാമായിരുന്നു, തെരഞ്ഞു പിടിച്ചെഴുതി, സ്നോളി ഗോസ്റ്റർ. ഡെഫിനിഷൻ: a shrewd, unprincipled politician. First use USA 1848
ലേറ്റസ്റ്റ് ന്യൂസ് ടുഡേ. ഞാനാണെങ്കിൽ ആരുടെയും പേരെടുത്തില്ല, ആരുടെയെങ്കിലും സ്ഥലം പറഞ്ഞില്ല, രാജ്യത്തിൻ്റെ പേര് പറഞ്ഞില്ല. പക്ഷേ രാജ്യത്തുള്ള എല്ലാ ആൾക്കാർക്കും മനസ്സിലായി ഞാൻ എന്താ പറഞ്ഞതെന്ന്. ഇതും നടന്നു. ഇതേപോലെ തന്നെ വേറൊരു സംഭവം നടന്നായിരുന്നു. എൻ്റെ പബ്ലിഷേഴ്സ്, ഞാനിപ്പോൾ അടുത്തൊരു ബുക്ക് എഴുതിയായിരുന്നു പ്രൈം മിനിസ്റ്ററെ പറ്റി. അതിൻ്റെ ബുക്ക് ഇപ്പോൾ റിലീസാവാൻ പോകുന്നുണ്ട്. അതിപ്പോൾ മാർക്കറ്റ് അവൈലബിൾ ആകും. ഇപ്പോൾ മാധ്യമങ്ങളിലെല്ലാം വരും ആ പുസ്തകം അവൈലബിൾ ആണെന്ന്. അപ്പം ഞാൻ എഴുതി, ദിസ് ബുക്ക് ഈസ് മോർ ദാൻ ജസ്റ്റ് ആൻ എക്സസൈസ് ഇൻ ഫ്ലെക്സി നോസി ഹെലിബിലിക്കേഷൻ. അതെന്തായിരുന്നു? അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ എന്ത് ഡിക്ഷണറിയിൽ നോക്കിയാലും നിങ്ങൾക്കത് കിട്ടാൻ പോണില്ല. ഇത് വെറുതെ തമാശയ്ക്ക് വേണ്ടിയിട്ട് 180-200 വർഷം മുമ്പ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിക്കകത്ത് തമാശയ്ക്ക് വേണ്ടി അത് ലാറ്റിനിൽ നിന്ന് ഏതോ റൂട്ട് എടുത്തിട്ട് പുതിയ ഒരു വാക്കങ്ങുണ്ടാക്കി. അതായത് ദ ആക്റ്റീവ് എസ്റ്റിമേറ്റിംഗ് ഓഫ് സംതിങ് ഓർ സംവൺ ഈസ് വർത്ത്ലെസ്. ഇതുകൊണ്ട് ഒരു കാര്യവുമില്ല, ഒരു പ്രയോജനമില്ല, വർത്ത്ലെസ് ആണ്. ഇതിനു വേണ്ടിയിട്ടാണ് ഈ വേർഡ് അങ്ങനെ യൂസ് ചെയ്തേക്കുന്നത്. ഇതിനെയാണ് വാക്കുകൾ കൊണ്ട് കളിക്കുക എന്ന് പറയുന്നത്. തീർച്ചയായും. താങ്കളുടെ ലൈഫ് വെച്ചൊരു ബയോപിക് വരുവാണെങ്കിൽ അതിൽ എത്ര ഹീറോയിനുകളെ ഉപയോഗിക്കും? ഒരുപക്ഷെ ഈ സീൻ ടി വിയിൽ കാണിക്കുമ്പോൾ നിങ്ങളുടെ റോളില് വേറെ ആരെങ്കിലും വന്നിരിക്കും ചിലപ്പോൾ ഈ ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും അറ്റ്ലീസ്റ്റ് ഒരു ഹീറോയിൻ വന്നല്ലോ. നോക്കു കുട്ടി, ഞാൻ പറയാം, ആദ്യത്തെ ഹീറോയിൻ എൻ്റെ അമ്മയാണ്. ഇപ്പോഴും എൻ്റെ കൂടെ തന്നെയാണ് താമസിക്കുന്നത്. ഇപ്പോൾ 87 വയസ്സായി അമ്മയ്ക്ക്. അമ്മ ഇപ്പോഴും പിന്നെ ഒരാളുടെ കൂടെ കൂടുതൽ കഷ്ടപ്പാട് കാര്യങ്ങളൊക്കെ ഉണ്ടായത് ഒത്തിരി ഡിമാൻഡിങ് ആയിരുന്നു. ഞാൻ എന്തൊക്കെ ചെയ്തിട്ട് അവർക്ക് സന്തോഷമില്ലായിരുന്നു. ഞാൻ കൂടുതൽ കാര്യങ്ങൾ ചെയ്യണമെന്ന്. അവസാനം അവരാണെന്നുണ്ടെങ്കിൽ അവർ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളിൽ അത് അവസാനം എന്താ പറയുക, ഇൻറ്റിമസി ഉണ്ടല്ലോ ഞങ്ങളുടെ രണ്ടുപേർക്ക് നടുവിൽ ഇത്രയും അടുപ്പം വന്നു കാര്യങ്ങൾ. ഞാൻ 10 വർഷം മുമ്പ് പോലെ കല്യാണത്തെക്കുറിച്ച് ആലോചിച്ചിരുന്നില്ല. ഇതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു കഥയായിട്ട് പറയാനുള്ളത്. എൻ്റെ ബന്ധം, എൻ്റെ അമ്മയുമായിട്ടുള്ള ബന്ധം. പിന്നെ നാച്ചുറലി എൻ്റെ 2 പെങ്ങന്മാരുണ്ട്. എൻ്റെ മൂത്ത പെങ്ങൾ 4 വയസ്സുള്ളതാണ്, രണ്ടാമത്തെ 6 വയസ്സുള്ളതാണ്. രണ്ടും എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സുമാണ്, എൻ്റെ ഏറ്റവും വലിയ ക്രിട്ടിക്സുമാണ്. സോ അവരും ഞങ്ങൾ 3 പേരും ഒരുമിച്ച് വളർന്നു. പക്ഷേ 3 പേരും 3 ദേശത്താണ്. ഒരാൾ ലണ്ടനിൽ സെറ്റിൽഡാണ്, ഒരാൾ കാലിഫോർണിയയിൽ സെറ്റിൽഡാണ്, ഞാനിവിടെ ഭാരതത്തിലും. അങ്ങനെയാണെങ്കിലും ഞങ്ങൾ എല്ലാ വർഷവും മീറ്റ് ചെയ്യുന്നു, എല്ലാ ദിവസവും ടെക്സ്റ്റ് ചെയ്യുന്നു, എല്ലാ ദിവസവും സംസാരിക്കുന്നു. അത്ര ദൃഢമായിട്ടുള്ള ബന്ധമാണ്. ഇതും എൻ്റെ സ്പെഷ്യലാണ്. ഹീറോയിൻസ് ആണ് അവരും ഈ സിനിമയിൽ. സാർ, അതിരിക്കട്ടെ, താങ്കൾ 3 പ്രാവശ്യം വിവാഹം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അവരും ഹീറോയിൻസ് അല്ലേ? അത് ഹീറോയിനാണ് തീർച്ചയായും. പക്ഷേ എല്ലാവരും ഹീറോയിൻസ് അല്ല, അത് വേറെ കാര്യം. പക്ഷെ നോക്ക്, എൻ്റെ കുട്ടികളുടെ അമ്മ എൻ്റെ മനസ്സിൽ ഇപ്പോഴും വലിയ ഹീറോയിനാണ്. അവരാണെങ്കിൽ ഞങ്ങളുടെ കോളേജിൽ ഞങ്ങളുടെ പ്രണയം തുടങ്ങി. ഞാൻ 21 വയസ്സിൽ കല്യാണം കഴിച്ചു. ഇത്രയും ഷുവറായിരുന്നു. 21 വയസ്സിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് അത്രയും ഉറപ്പില്ലെന്നുണ്ടെങ്കിലും ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും അല്ലേ. ഇപ്പോഴും എൻ്റെ മനസ്സിൽ അവർ വലിയ ഹീറോയിൻ തന്നെയാണ്. ഇപ്പം എൻ്റെ അടുത്തില്ലെങ്കിലും നല്ല കോണ്ടാക്റ്റിലാണ്, സംസാരിക്കാറുണ്ട്. ജീവിതത്തിൽ മറ്റൊരു ഹീറോയിനും വരാൻ പോകുന്നത് കേട്ടു. ഒരു ഇംഗ്ലീഷിലൊരു പഴഞ്ചൊല്ലില്ലേ, നെവർ സേ നെവർ. പക്ഷെ ഞാൻ ഇതും കൂടെ പറയാം, എൻ്റെ വയസ്സ് എത്രയാണെന്ന് നോക്ക്, എൻ്റെ ഉത്തരവാദിത്തങ്ങളെ പറ്റി ആലോചിക്ക്. പോസിബിലിറ്റി വളരെ കുറവാണ്. താങ്കളുടെ കുസൃതികൾ കാണുമ്പോൾ എന്തെങ്കിലും വേഗം ചെയ്യുമെന്നാ തോന്നുന്നത്. ഇപ്പൊ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ശശി തരൂരിനോടുള്ള ചോദ്യങ്ങൾ തുടരുന്നതായിരിക്കും. സുനന്ദ പുഷ്കർ താങ്കളെ വളരെ ഡീപ്പായിട്ട് സ്നേഹിച്ച കാര്യം എല്ലാവർക്കും അറിയാം. അതുമായിട്ട് ബന്ധപ്പെട്ട് പല കുറ്റാരോപണങ്ങളും താങ്കളുടെ മേലുണ്ടായിരുന്നു. ആ സമയത്ത് പലരും പറയാറുണ്ടായിരുന്നു, ഇത് ഫ്രണ്ട്ഷിപ്പ് ലവ് അല്ല, ഇതെന്തോ അറേഞ്ച്മെന്റ് ആണെന്ന്. ഇപ്പൊ എല്ലാവരോടും പറയുക അത് എന്ത് റിലേഷൻ ആയിരുന്നു എന്ന്. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി ശശി തരൂർ. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ റൈറ്റർ ആൻഡ് പൊളിറ്റീഷ്യൻ ശശി തരൂരിന്റെ മേലുള്ള കുറ്റാരോപണം. ഇദ്ദേഹം മനസ്സ് കൊള്ളയടിക്കുന്ന ഒരു വ്യക്തിയാണ്. ശശി, ഇപ്പോഴൊക്കെ രാഹുൽ ഗാന്ധി പറയാറുണ്ട് ഞാൻ പ്രേമത്തിന്റെ കട തുറന്നിരിക്കുകയാണെന്ന്.
ജനങ്ങൾ പറയുന്നു ശശി തരൂർ അത് എപ്പോഴോ തുറന്നല്ലോ എന്ന്. അതുപോലെ എവിടെയൊക്കെ ശശി തരൂർ പോകുന്നുവോ അവിടെ ജനം കൂടുന്നു. അക്കാലങ്ങളിൽ ഒരു പരസ്യം ഉണ്ടായിരുന്നു, ലൈഫ് ബോയ് ഉള്ളിടത്ത് ആരോഗ്യം കാണുമെന്ന്. ഇവർ പറയുന്നത് ശശി തരൂർ ഉള്ളിടത്ത് സ്ത്രീകൾ കാണുമെന്ന്. ലോകത്തിൽ 50% മേലെയുള്ള പോപ്പുലേഷൻ ലേഡീസാണ്, പെണ്ണുങ്ങളാണ്. അവരെല്ലാം നമ്മൾ ബഹുമാനത്തോടെയാണ് കാണേണ്ടത്. അവരെ കാണണം, കണ്ട് സംസാരിക്കണം, നമ്മൾ ബാക്കിയുള്ളവർ പറയുന്ന കേൾക്കണം. അവരെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്, അവരോട് താങ്കൾ എങ്ങനെയാണ് സംസാരിക്കുന്നത്? അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. പാർലമെന്റിന്റെ ഗേറ്റിൽ വെച്ച് താങ്കൾ ആരെയെങ്കിലും, അതായത് ഒരു ലേഡിയെ, ഒരു സ്ത്രീയെ കാണുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും നോക്കുക? നോക്ക്, ഞാൻ പറയട്ടെ, ഒരു മന്ത്രിയാണ്, ഇങ്ങനെയൊന്നും ആരോപിക്കല്ലേ. പക്ഷെ സോഷ്യൽ മീഡിയയിൽ എഴുതിയിരുന്നത് താങ്കൾ അവരെ വീട്ടിലേക്ക് വിളിച്ചിരുന്നു എന്നാണ്. ചിലപ്പോൾ ഞാൻ ചോദിച്ചു കാണും, അത് ഓർഗൻ ഡൊണേഷനെ പറ്റി നിങ്ങൾ എന്താണ് പറഞ്ഞത് എന്നൊക്കെ. ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ഇനിയും പാർലമെന്റിൽ പറയാൻ പറഞ്ഞിട്ടുണ്ടാകും. അത് പാർലമെന്റാണ്, പാർലമെന്റ് റിലേറ്റഡ് സംസാരമാണ് അവിടെ നടക്കുന്നത്. പാർലമെന്റിന്റെ ഉള്ളിലിരുന്ന് താങ്കൾ എങ്ങനെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് എന്നതും കാണിക്കാൻ പോവുകയാണ്. സുപ്രിയ സുലെയുടെ അടുത്താണ് സംസാരിക്കുന്നത്. ഫോട്ടോസ് എല്ലാം ഭയങ്കര മിസ്ലീഡിംഗ് ആണ്. ഫറൂഖ് സാർ അവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സുപ്രിയ അടുത്ത് സംസാരിക്കാനായിട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് ചില കാര്യങ്ങൾ ചെക്ക് ചെയ്യുകയായിരുന്നു, പ്രസംഗിക്കുന്നതിന് തൊട്ട് മുമ്പ്. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് എനിക്ക് കേൾക്കുന്നില്ലായിരുന്നു. ഫറൂഖ് സാബ് എൻ്റെ തൊട്ട് മുമ്പിൽ നിന്നാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്, അതുകൊണ്ട് എനിക്ക് കേട്ടില്ല. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ അടുത്തേക്ക് പോയി കേൾക്കാൻ വേണ്ടിയിട്ട്, നല്ലവണ്ണം കേൾക്കാൻ വേണ്ടി. ശരി, പാർലമെന്റിലുള്ള ആ ഫോട്ടോ മിസ്ലീഡ് ചെയ്തു, അതുപോലെ ജനങ്ങളുടെ കമന്റ് എല്ലാം തെറ്റാണെന്ന് വെക്കാം. പക്ഷേ താങ്കൾ ഒരു കല്യാണത്തിന് പോകുമ്പോൾ അവിടെ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിൽ കല്യാണ ചെറുക്കൻ ആരാണെന്നാണ് ചോദിക്കുന്നത്. ഇത് നോക്ക്, ഞാൻ തലയിൽ ഒന്നും കെട്ടിയിട്ടല്ല പോയത്. ഞാൻ അവിടെ ചെന്ന് എത്തിയപ്പോൾ ഞാൻ ആ കൂട്ടത്തിൽ നടന്നു വരികയായിരുന്നു. ആ കുടുംബക്കാരെല്ലാവരും കൂടി ചേർന്നാണ് എൻ്റെ തലയിൽ ഈ സാധനം കെട്ടിവെച്ചിട്ട് താങ്കളെ കല്യാണ ചെറുക്കനാക്കി. ഇല്ലില്ല, എല്ലാ അതിഥിയും അത് ടർബൻ തലയിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അത് താങ്കൾ തന്നെ പറയൂ, ഈ ഫോട്ടോയിൽ താങ്കളുടെ അടുത്തിരിക്കുന്നത് ഗീതാഞ്ജലി ശ്രീയാണ്. അവരൊരു റൈറ്ററാണ്. അവരോടൊപ്പം ലണ്ടനിൽ താങ്കൾ സ്ട്രോബെറി ഊട്ടി വിടുകയാണ്. അതോടൊപ്പം സ്ട്രോബെറി ശരീരത്തിന് വളരെ നല്ലതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒരാൾ കമന്റിൽ എഴുതിയിരുന്നു, അത് എന്താണെന്ന് വെച്ചാ നഗരം കത്തി എരിയുമ്പോൾ തരൂറിന്റെ ശരീരം ചൂടാകുന്നുവെന്നും. എഴുതുന്നതിന് പ്രത്യേകിച്ച് ചെലവൊന്നുമില്ലല്ലോ, അതുകൊണ്ട് എഴുതിയിട്ടുണ്ടാവും. അതിനുശേഷം കോൺഗ്രസ് ലീഡേഴ്സിന്റെ ഒരു ഫോട്ടോ പുറത്തു വന്നിരുന്നു. അവര് പോലീസുകാരുടെ അടുത്തു നിന്ന് അടി വാങ്ങിക്കുന്നു. നോക്കൂ, അവരടി വാങ്ങിച്ച് വേദനിക്കുമ്പോൾ ഇദ്ദേഹം സ്ട്രോബെറി കഴിച്ച് സന്തോഷിക്കുന്നു. പക്ഷേ ഞാനും ഇങ്ങനെയുള്ള കുറേ സമരങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ അറിയില്ല ഇത് എന്നെടുത്ത ഫോട്ടോ ആണെന്ന്. ഞാൻ ചിലപ്പോൾ ലണ്ടനിൽ ഇരുന്നപ്പോൾ എടുത്ത ഫോട്ടോ ആയിരിക്കും. ഞാൻ അവിടെ ഒരു ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട് പോയിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ ഫോട്ടോ ഒരു RJയുടേതാണ്, RJ റേഡിയോ മിർച്ചി. അത് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം നല്ല മറുപടിയാണ് ഈ RJ കൊടുത്തത്. പിന്നെ ഈ RJ ഇന്റർവ്യൂ ചെയ്തത് റേഡിയോയ്ക്ക് വേണ്ടിയാണ്. അവരുടെ റെക്കോർഡർ ഞങ്ങൾ രണ്ടുപേരുടെ നടുവിലായിരുന്നു. അവരാണ് പറഞ്ഞ അടുത്ത് വന്നിരിക്കെ സൗണ്ട് ക്ലാരിറ്റി കുറച്ചുകൂടെ കിട്ടാൻ വേണ്ടി. താങ്കളോടല്ലേ എല്ലാവരും അടുത്ത് വന്ന് ഇരിക്കാൻ പറയാറുള്ളത്? നിങ്ങൾ രജത്, നിങ്ങൾക്കിത് നല്ലവണ്ണം അറിയാം ഇന്റർവ്യൂവർ എന്താണ് പറയുക. നിങ്ങൾ എന്നോട് പറഞ്ഞ് ഇവിടെ വന്നിരിക്കുക, ഞാൻ ഇവിടെ വന്നിരുന്നു. നിങ്ങൾ ചോദ്യം ചോദിക്കുന്നു, ഞാൻ ഉത്തരം പറയുന്നു. പക്ഷേ ഈ ഫോട്ടോയാണ് ഇന്റർവ്യൂ ചെയ്യുന്നതെങ്കിൽ അതപ്പോ അവരുടെ രാജ്യമാണ്. ഈ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വന്നപ്പോൾ അപ്പോൾ വന്ന ഒരു കമന്റ് ഞാനിപ്പോൾ ഇവിടെ വായിക്കാം. നീ ഭാഗ്യം ചെയ്ത വ്യക്തിയാണ്, സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു. ഇവരോടൊപ്പമുള്ളപ്പോൾ നീ ലോകം തന്നെ മറക്കുന്നു. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഇതും കൂടെ പറയും. ആരെങ്കിലും
എന്നെ ട്രോളാനായിട്ട് ഉദ്ദേശിക്കുന്നെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ട്രോളാം, കാരണം ഞാൻ രാഷ്ട്രീയത്തിലാണെങ്കിൽ രാഷ്ട്രീയത്തിൽ എപ്പോഴും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. അതങ്ങ് ശരിയാകും. പക്ഷേ എനിക്ക് പ്രശ്നമൊന്നുമില്ല. എൻ്റെ കൂടെയുള്ള ആൾക്കാരുടെ കാര്യം ഒന്ന് ചിന്തിക്കണ്ടേ? അതും ആരുടെയെങ്കിലും മകളായിരിക്കും, ആരുടെയെങ്കിലും വൈഫായിരിക്കും, ആരുടെയെങ്കിലും ഗേൾഫ്രണ്ട് ആയിരിക്കും. അവരുടെയും ജീവിതമാണ്, അവർക്കും സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട്. ഇത് ശരിയാണോ അവരുടെ മേലെ ഇങ്ങനെയൊക്കെ? എന്നെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കുഴപ്പമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രാഷ്ട്രീയത്തിലാണ്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ പോസൊക്കെ കൊടുക്കുന്നത്? ഇത് ഞാൻ എടുത്ത ഫോട്ടോ അല്ല, ഇത് വേറെ ആരോ എടുത്തതായിരിക്കാം. ഇല്ല, ഇത് RJ തന്നെ എടുത്തിട്ട് അവരുടെ അക്കൗണ്ടിൽ തന്നെ ട്വീറ്റ് ആയ ഫോട്ടോയാണിത്. നാച്ചുറലി അവർക്ക് പബ്ലിസിറ്റിയാണ് വേണ്ടത്, അവരുടെ റേഡിയോ ഇൻ്റർവ്യൂക്ക് ബാക്കിയുള്ളവർ കാണണമെന്നുണ്ടെങ്കിൽ. പക്ഷേ അതിനർത്ഥമില്ല ഞാൻ ഫോട്ടോ അവരോട് ചോദിച്ചു എന്ന്. ആക്ച്വലി ഇതുവരെ കൂടുതൽ ആൾക്കാർ എന്നോടാണ് ഫോട്ടോ എടുക്കാൻ ചോദിച്ചിട്ടുള്ളത്. ഞാൻ ആരോടും ചോദിച്ചിട്ടില്ല അങ്ങോട്ട് പോയി ഫോട്ടോ എടുക്കാവോന്ന്. ഇത് സത്യം തന്നെയാണ്. എവിടൊക്കെ താങ്കൾ പോകുന്നുവോ, ചെന്നൈയിൽ താങ്കൾ പോകാറുണ്ട്, കൊൽക്കത്തയിൽ പോകാറുണ്ട്, എവിടെ പോയാലും ലേഡീസാണ് താങ്കളോടൊപ്പം ഫോട്ടോ എടുക്കാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത്. അത് അവരോടല്ലേ ചോദിക്കേണ്ടത്, എന്നോട് വന്ന് എന്തിനാ ഈ ചോദിക്കുന്നത്? ഓക്കെ ശശി, നമ്മൾ കുറച്ച് തമാശന് വേണ്ടിയാണ് ഇക്കാര്യങ്ങളൊക്കെ സംസാരിച്ചത്. ഇതെല്ലാം സാധാരണ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. താങ്കളുടെ റിലേഷൻഷിപ്പിനെ പറ്റി. സുനന്ദ പുഷ്കറിനോടൊപ്പം എല്ലാവർക്കും അറിയാം, നിങ്ങൾ അവരെ ഇഷ്ടപ്പെട്ടു, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. അവർ കാരണം പല കുറ്റാരോപണങ്ങളും താങ്കളുടെ മേൽ ചുമത്തപ്പെട്ടു. മോദി സാറേ ഒരിക്കൽ പറഞ്ഞു 70 കോടി ഗേൾ ഫ്രണ്ട്സ് എന്നും. ഒപ്പം മറ്റു ചിലരും പറഞ്ഞു ഇത് വെറും ഫ്രണ്ട്ഷിപ്പ് അല്ല, ഇത് വെറും അറേഞ്ച്മെന്റ് ആണ്. ഇന്ന് ജനങ്ങളുടെ മുന്നിൽ വെച്ച് ഞാൻ ചോദിക്കുകയാണ്, എന്ത് റിലേഷൻഷിപ്പ് ആയിരുന്നു? നോക്കൂ, വളരെ സ്നേഹത്തോടുകൂടിയുള്ള ഒരു റിലേഷൻ ആയിരുന്നു. എങ്ങനെ അറേഞ്ച്മെന്റ് വരും കാശ്മീരി പണ്ഡിറ്റും ഒരു കേരള നായരുമായിട്ട്? ഇത് ഞങ്ങൾ കണ്ടു, സ്നേഹിച്ചു, കല്യാണം കഴിച്ചു. പിന്നെ വളരെ വിഷമമുള്ള കാര്യമാണ്, ഒരാൾ മരിച്ചു പോകുമ്പോൾ കുറച്ചു പേരത് രാഷ്ട്രീയത്തിൽ ദുരുപയോഗം ചെയ്യാൻ നോക്കി. അത് വളരെ മോശമായി പോയി. നിങ്ങൾക്കും ഇതറിയാവുന്നതാണ്. ഈ വിഷയം കോടതി വരെ എത്തി. കുറേ വർഷം അതിൻ്റെ പുറകെ നടക്കേണ്ടി വന്നു. കോടതി എറിഞ്ഞിട്ടാണ് പറഞ്ഞത് ഇതെന്ത് മണ്ടത്തരമാണെന്ന്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു തെളിവുമില്ല. ഇത് ആത്മഹത്യയാണോ അല്ല വേറൊരു തെളിവില്ല. ഇത് കൊലപാതകമാണോ? പിന്നെ കോടതി പറഞ്ഞ് ഇത് എന്തിനാണ് ഇങ്ങനെ ഒരു കേസ് ഉണ്ടാക്കുന്നത്? എൻ്റെ അഭിപ്രായത്തിൽ ഇതിനെ ഡിസ്ചാർജ് എന്നാണ് പറയുന്നത്. ഞാൻ ട്രൈ ചെയ്തിട്ട് എന്നെ ഇന്നസെന്റ് ആയിട്ട് ഞാൻ തെളിയിക്കേണ്ടി വന്നു ഞാൻ നിരപരാധിയാണെന്ന്. ഞാൻ പറഞ്ഞത് കേസേ അല്ല, കേസ് തന്നെ മൊത്തത്തിൽ ഡിസ്ചാർജ് ചെയ്യേണ്ടതാണ്. ശശി, ഒരാൾക്ക് സ്കോളറൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, പബ്ലിക് ലൈഫ് ഉണ്ട്, നല്ല റെസ്പെക്റ്റ് ഉണ്ട്, ജനങ്ങളുടെ സ്നേഹമുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ മേൽ ഭാര്യയെ കൊന്ന കുറ്റം ആരോപിച്ചാൽ, കൊല ചെയ്തെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആലോചിക്കുക എന്തായിരിക്കും? എന്നെ അറിയാവുന്ന ആൾക്കാർ, അവർക്കറിയാം ഞാൻ ആരോടും ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ആലോചിക്കാൻ പോലും പറ്റില്ല. ആരോടും എൻ്റെ കുട്ടികളെ പോലും ഒരിക്കലും കൈകൊണ്ട് അടിക്കാറേയില്ല. ഇങ്ങനെയൊക്കെ ഉള്ള ഒരാള്, എല്ലാവരും എന്നെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാരെല്ലാം എങ്ങനെയാ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ഇത് നടക്കില്ല, നടക്കാനേ സാധ്യതയില്ല. അവരുടെ ബ്രദേഴ്സ്, 2 ബ്രദേഴ്സ് ഉണ്ട്, മകൻ, ഒരേ ഒരു മകൻ, എല്ലാവരും എൻ്റെ കൂടെയാണ് താമസിച്ചത്. കാരണം ഞങ്ങൾക്കറിയാമായിരുന്നു അങ്ങനെയൊന്നും ഇല്ലെന്ന്. പക്ഷേ പുറത്തുള്ളവർ, എന്നെ അറിയാത്തവർ, അവരെ അറിയില്ല. പക്ഷേ ഇതൊരു രാഷ്ട്രീയ അവസരമായിട്ട് കണ്ടു. ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഇതൊക്കെ ചെയ്തത്. എൻ്റെ അഭിപ്രായത്തിൽ ഇത് വളരെ വളരെ മോശമായി പോയി. ജനറലി സ്പീക്കിംഗ്, നമ്മുടെ രാഷ്ട്രീയത്തിൽ ഒരു സമയത്ത് ജനങ്ങളുടെ പ്രൈവറ്റ് ലൈഫിൽ അവരുടെ സ്വകാര്യ ജീവിതം അവർക്കുണ്ടാവും. അതിൻ്റെ അകത്ത് മറ്റുള്ളവർക്ക് ഇടപെടുക അത്ര നല്ല കാര്യമല്ല, ശരിയാവില്ല. അത് കുറേ നടന്നിട്ടുണ്ട്. വാജ്പേയി സാറിനെ പറ്റി, പല ആൾക്കാരുടെയും പേഴ്സണൽ ലൈഫിനെ പറ്റി ഇങ്ങനെ പല കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ മാധ്യമങ്ങളിൽ, TV-യിൽ, റേഡിയോയിൽ ഇങ്ങനെ ഒന്നും പറയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് നമ്മുടെ കൾച്ചർ ചേഞ്ചായി മോശമായിട്ട്. നോക്കൂ, ആപ്കി അദാലത്തിൽ ഞാൻ സാധാരണ ഒരാളുടെ പേഴ്സണൽ കാര്യത്തിനെ പറ്റി കൂടുതൽ സംസാരിക്കാറില്ല. എനിക്കത് ഇഷ്ടമല്ല. പക്ഷെ ഇവിടെ ഞാൻ മനഃപൂർവ്വമാണ് ചോദിച്ചത്, താങ്കൾ പബ്ലിക്കിനോട് എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കണം. കാരണം ഇഷ്ടത്തിന് സംസാരിച്ചു, കുറ്റങ്ങൾ ആരോപിച്ചു, താങ്കൾക്കും അവർക്കും ഏതോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഏർപ്പെട്ടതായിട്ട്. അങ്ങനെയല്ല, ഞങ്ങളുടെ 2 പേരുടെ നടുവിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ അവരുടെ ട്വീറ്റ്സ് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് മാനസികമായ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നിരിക്കാം. ഒരു ദിവസം സ്നേഹത്തോടുകൂടി എന്തെങ്കിലും ഒരു ട്വീറ്റ് ഇടും, അടുത്ത ദിവസം വേറെ എന്തെങ്കിലും എഴുതും. തീർച്ചയായും അവരെ പോലെ വേറെ ആരും എനിക്കുണ്ടായിട്ടില്ല. പക്ഷേ എന്താ സുഖമില്ലാത്ത ലേഡിയായിരുന്നു. അതിനോട് ശരിക്കും നമുക്ക് സിമ്പതിയാണ് തോന്നേണ്ടത്. ഞാൻ ശരിക്കും പാർലമെന്റിൽ പറഞ്ഞിരുന്നു മെന്റൽ ഹെൽത്ത് ബില്ല് വന്നപ്പോൾ. അതായത് ആർക്കെങ്കിലും ഒരാൾക്ക് കാലൊടിഞ്ഞിട്ടുണ്ടെങ്കിൽ
നിങ്ങളെല്ലാവരും സിമ്പതി കാണിക്കും, കാരണം നമുക്ക് കാണാൻ പറ്റും കാലൊടിഞ്ഞിട്ടുണ്ടെന്ന്. പക്ഷെ നമ്മൾ ആരുടെയെങ്കിലും മനസ്സുടഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് നമ്മൾ സിമ്പതി കാണിക്കാറില്ല, കാരണം നമുക്കത് കാണാനായിട്ട് പറ്റുന്നില്ല. അവരാണ് അത് അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ള ആൾക്കാരാണ് അത് അനുഭവിക്കുന്നത്. വിഷമമുള്ള കാര്യമാണ്. പക്ഷേ എങ്കിലും ഇവരെ ഇങ്ങനെയൊക്കെ ദുരുപയോഗം ചെയ്തത് വളരെ മോശമാണ്. ഞാൻ ഒരിക്കലും നിങ്ങൾക്കൊക്കെ അറിയാവുന്നതല്ലേ, എൻ്റെ 15 വർഷത്തെ എൻ്റെ രാഷ്ട്രീയ അനുഭവത്തിൽ ഞാൻ ഒരിക്കലും ആരോടും ഇങ്ങനെ ഒന്നും കാണിച്ചിട്ടില്ല. ആരോടും എനിക്ക് ആരോടെങ്കിലും ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ മിണ്ടില്ല. പക്ഷേ ഞാൻ പൊളിറ്റിക്സും പേഴ്സണലും തമ്മിൽ മിക്സ് ചെയ്യാറില്ല. എങ്കിലും എൻ്റെ മനസ്സിൽ ഇതേപോലെ 2-3 ആൾക്കാരുണ്ട്. അവരോട് ഒരിക്കലും എനിക്ക് ക്ഷമിക്കാനേ പറ്റില്ല. അവരുടെ കോണ്ടാക്ട്സ് ഉണ്ടല്ലോ, അവരുടെ കോണ്ടാക്ട്സ് അവർ കള്ളമാണെന്ന് പറയുന്നതെന്ന് അറിഞ്ഞാൽ പോലും, പക്ഷേ കള്ളമാണെന്ന് അവർ പറയുന്നതെന്ന് അറിഞ്ഞാലും നോട്ട് പോസിബിൾ ടു ഫർഗെറ്റ് ഇറ്റ്. എല്ലാം മീഡിയയിൽ വന്നിരുന്നല്ലോ, അവരൊക്കെ കള്ളം പറയുകയാണെന്ന് താങ്കൾക്കും അറിയാമായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് താങ്കൾ അതിന് ഉത്തരം നൽകിയില്ല? നോക്കൂ, അപ്പോൾ അവിടെ എനിക്കറിയാം സർക്കാർ നമ്മുടേതല്ല, പോലീസ് വേറെ ആരുടെ കയ്യിലാണ്. ഞാൻ എന്ത് പറഞ്ഞാലും ചിലപ്പോൾ അവരുടെ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കും. ലോയേഴ്സ് എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് അത് പോലീസിനോട് പറയും, പിന്നെ എപ്പോഴെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ കോടതിയോട് പറയാം. പക്ഷേ ഉറപ്പായിട്ടും നിങ്ങൾ തീർച്ചയായും മാധ്യമങ്ങളോടൊന്നും പറയാൻ പാടില്ല, കാരണം പറഞ്ഞാൽ അത് വിവാദമായിട്ട് മാറും. എനിക്കിന്ന് വരെ ഞാൻ ഒരിക്കലും ഇത് 100% കൺവിൻസ് ആയിട്ടില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയായിട്ടുള്ള സ്ട്രാറ്റജി ആയിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ ലോയേഴ്സ് ഇപ്പോഴും എന്നോട് പറയുന്നത്, നിങ്ങളത് പറയാതിരുന്നത് നന്നായി. മാധ്യമങ്ങൾ വിവാദങ്ങൾ ഉണ്ടാക്കിയില്ല. അവസാനം നിങ്ങൾ ആ പോലീസിന്റെ റിപ്പോർട്ട് വായിച്ച് നോക്കുകയാണെങ്കിൽ അവർ തന്നെ ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. എൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും 100% കോപ്പറേഷൻ ആയിരുന്നു. അവരെന്തൊക്കെ ചോദിച്ചു അതെല്ലാം ഞാൻ കൊടുത്തു. അവരൊരു സർപ്രൈസ് റെയ്ഡ് നടത്തി. എൻ്റെ മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് എല്ലാം എടുത്തോണ്ട് പോയി. എൻ്റെ കൂടെയുള്ളവരുടെ ലാപ്ടോപ്പ് അവരെടുത്തോണ്ട് പോയി. എൻ്റെ ഇമെയിലിൻ്റെ പാസ്വേഡ് അവർ ചോദിച്ചു, അതും ഞാൻ കൊടുത്തു. കാരണം എനിക്ക് ഒളിക്കാനായിട്ട് യാതൊന്നും ഇല്ലായിരുന്നു. ചിന്തിച്ചു, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിക്കോ, നോക്കിയിട്ട് നിങ്ങൾ തീരുമാനിക്ക് ഇതിൽ സംശയിക്കാൻ എന്തുണ്ടെന്ന്. അതുകൊണ്ടാണ് ഈ കൊലപാതകത്തെക്കുറിച്ച് സംസാരിക്കുന്ന അവർ തന്നെ അങ്ങ് നിർത്തിയത്. പിന്നെ എന്തെങ്കിലും ഒരു പഴി എൻ്റെ തലയിൽ കെട്ടിവെക്കാനാണ് ആത്മഹത്യയെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ തുടങ്ങി. പക്ഷെ അതിനും തെളിവൊന്നും കിട്ടിയില്ല. എങ്ങനെയാണ് മരണം സംഭവിച്ചതെന്ന് താങ്കൾക്ക് അറിയാമോ? നോക്കൂ, അൺഫോർച്ചുനേറ്റ്ലി കാര്യം എന്താണെന്ന് വെച്ചാൽ പോസ്റ്റ്മോർട്ടം നന്നായിട്ടല്ല നടന്നത്. പിന്നെ എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഇതിനെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതേ ഇല്ല, കാരണം ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഇത് ക്ലോസ് ആയ ചാപ്റ്ററാണ്. അങ്ങനെ തന്നെ ഇരിക്കണം ഇത്. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള ഒരു ഫോറൻസിക് സയൻറ്റിസ്റ്റ്, പത്മവിഭൂഷൺ കിട്ടിയ വ്യക്തി, അദ്ദേഹം ഈ പോസ്റ്റ്മോർട്ടത്തിൻ്റെ റിപ്പോർട്ടെല്ലാം വായിച്ച് നോക്കിയിട്ട് മന്ത്രിക്ക് ബന്ധപ്പെട്ടവർക്കെല്ലാം ഒരു ലെറ്റർ എഴുതി. അതിൻ്റെ കോപ്പി എൻ്റെ കയ്യിലും കിട്ടിയിരുന്നു. പറഞ്ഞിരിക്കുന്നത്, ദിസ് ഈസ് ഷോക്കിംഗ്, ദ പോസ്റ്റ്മോർട്ടം ഈസ് നോട്ട് എ ഫിഷിംഗ് എക്സ്പെഡിഷൻ. അദ്ദേഹം പറഞ്ഞു, ഈ കാണുന്ന പോസിബിലിറ്റീസ് ഒക്കെ ഉണ്ടാകുമായിരുന്നു ഇതിൻ്റെ കാര്യങ്ങൾ മീഡിയയിൽ റിവീൽ ചെയ്തിരുന്നെങ്കിൽ. പക്ഷേ ഇതിൻ്റെ പിന്നിൽ എന്താണ് അവർ ആലോചിക്കാഞ്ഞത്? പക്ഷേ ഇത്രയൊക്കെ ഡീറ്റെയിൽസ്, ഈ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാമായിരുന്നു. എങ്കിലും അതിൻ്റെ മുകളിൽ ഒരു ദിവസം ചിലപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടി വരും. കാരണം ഞാൻ ആക്റ്റീവാണ് പബ്ലിക്കിൽ. എൻ്റെ പബ്ലിക് ലൈഫിൽ ഇങ്ങനെ ഒരു കാര്യം വന്ന് അതും മോശമാണ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇതിൽ തന്നെ നിൽക്കുന്നത് അത്ര നല്ല കാര്യമല്ല. കാരണം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ജനങ്ങൾക്ക് വേണ്ടി, എൻ്റെ രാജ്യത്തിന് വേണ്ടി, അതിൻ്റെ 0.01% പോലും ഇല്ല ഈ വിഷയം. പക്ഷേ ഈ വിഷയത്തിൽ നിങ്ങൾ ഇത്രയും കൂടുതൽ ടെൻഷൻ എടുക്കുന്നത് ഇറ്റ്സ് അൺഫെയർ ടു മീ. താങ്കൾ പറയുന്നത് ഞാൻ പൂർണ്ണമായിട്ട് അംഗീകരിക്കുകയാണ്. കാരണം താങ്കളെപ്പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം, സുനന്ദയെ പറ്റി നന്നായിട്ട് അറിയാം. അതുകൊണ്ട് താങ്കൾ 7.5 വർഷം എത്രത്തോളം കഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ താങ്കൾ പബ്ലിക്കിന് വേണ്ടി സേവനം ചെയ്യുന്നത് കൊണ്ട് എൻ്റെ ലിമിറ്റിൽ നിന്ന് ഞാൻ പല ചോദ്യങ്ങളും ചോദിക്കേണ്ടതായി വന്നു. താങ്കളുടെ സെന്റിമെന്റിനെ ഞാൻ മതിക്കുന്നുണ്ട്. അതോടൊപ്പം എനിക്കറിയാവുന്നിടത്തോളം ഈ കാര്യത്തിൽ താങ്കൾ കോടതിയിൽ നിരപരാധിയെന്ന് തെളിയിക്കപ്പെട്ടു. ആപ്കി അദാലത്തിലും നിരപരാധിയെന്ന് തെളിയിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു. ഇപ്പോൾ ഒരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ നമ്മൾ ചോദ്യശരങ്ങൾ ചെയ്യുന്നതായിരിക്കും. താങ്കളുടെ പാർട്ടിയുടെ ലീഡേഴ്സില്ലേ, രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, അവർക്കും കുറച്ച് സങ്കടമുണ്ട്. കാരണം പ്രസിഡന്റ് ഇലക്ഷനിൽ താങ്കൾ അവർക്കെതിരായിട്ട് നിന്നതിന് ഞാൻ ഫൈറ്റ് ചെയ്തു. കാരണം ഞാൻ കുറച്ച് ചേഞ്ചസ് കൊണ്ടുവരാൻ ആഗ്രഹിച്ചു. അവർക്ക് ഇഷ്ടപ്പെട്ട കാൻഡിഡേറ്റ് ആയിട്ട് താങ്കൾ നിന്നില്ലല്ലോ. ശരിയാണ്.
വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിലെ ഇന്നത്തെ നമ്മുടെ അതിഥി ശശി തരൂർ. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ റൈറ്റർ ആൻഡ് പൊളിറ്റീഷ്യൻ ശശി തരൂരിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം രാഷ്ട്രീയത്തിൽ മിസ്ഫിറ്റാണ് എന്നുള്ളതാണ്. ശശി, താങ്കൾ ടോപ്പറാണ്, സ്കോളറാണ്, UN ജോലി ചെയ്തിട്ടുണ്ട്, ഡിപ്ലോമസിയെ പറ്റി നന്നായിട്ട് അറിയാം, കുറച്ച് ഓവറായിട്ട് പഠിച്ചിട്ടുമുണ്ട്. ഇത്രയും വിദ്യാഭ്യാസം ഉള്ളവരെയൊക്കെ രാഷ്ട്രീയത്തിൽ ആവശ്യമുണ്ടോ? ഇന്നത്തെ കാലത്ത് രാഷ്ട്രീയത്തിൽ വളരെ വ്യത്യസ്തരായുള്ള ആൾക്കാർ അട്രാക്റ്റ് ആവുന്നുണ്ട്. അവരുടെ ബാക്ക്ഗ്രൗണ്ട് വേറെയാണ്. എൻ്റെത് ഒരു രാഷ്ട്രീയ കുടുംബമൊന്നുമല്ല. എൻ്റെ കുടുംബത്തിൽ ആരുമില്ല രാഷ്ട്രീയത്തിൽ. ഇനി എൻ്റെ കുട്ടികൾ പോലും രാഷ്ട്രീയത്തിൽ വരാൻ താല്പര്യപ്പെടുന്നില്ല. ഞാൻ ഒരേ ഒരു വ്യക്തിയാണ്. എനിക്കൊരു ചാൻസ് കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ജീവിതത്തിൽ ഐ ഓൾവേസ് വാണ്ടഡ് ടു മേക്ക് എ ഡിഫറൻസ്. അപ്പം ഞാൻ വന്നത് ശരിക്കും ഒരു ഞാൻ താങ്കളുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വായിച്ചിരുന്നു, എനിക്കിതിൽ ലാഭമൊന്നുമില്ല, കയ്യിൽ നിന്ന് കാശ് മാത്രമേ പോകുന്നുള്ളെന്ന്. അത് വളരെ ശരിയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതും കൂടെ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. നമ്മുടെ രാഷ്ട്രീയത്തിൽ ഒത്തിരി ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. രാഷ്ട്രീയത്തിൽ നിന്ന് പൈസ സമ്പാദിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ, നമ്മുടെ ഇൻഫ്ലുവൻസ് യൂസ് ചെയ്ത് മറ്റുള്ളവരിൽ നിന്ന് കാശ് സമ്പാദിക്കുന്ന ആൾക്കാർ. ഇങ്ങനെയുള്ള രാഷ്ട്രീയത്തിൽ എനിക്ക് തീരെ താല്പര്യമില്ല. ഞാൻ എൻ്റെ തന്നെ കാശ് കൊണ്ട് ഞാൻ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങ് തിരുവനന്തപുരത്ത്. എൻ്റെ അടുത്തേക്ക് ജനങ്ങൾ വരാറുണ്ട് കഷ്ടപ്പാടുകളും കൊണ്ട്. അതിനു വേണ്ടിയിട്ട് ഒരു ഒഫീഷ്യൽ ആൻസർ ഒന്നും ഞാൻ കൊടുക്കാറില്ല. ഫോർ എക്സാമ്പിൾ, ഒരാൾ വരുന്നു, അയാൾക്ക് സർക്കാർ ആശുപത്രിയിൽ ഒരു ക്യാൻസറിന്റെ ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പ്രധാനമന്ത്രിയുടെ റിലീഫ് ഫണ്ടിൽ നിന്ന് കാശ് കൊടുക്കാൻ പറ്റും. മുഖ്യമന്ത്രിയുടെ ഒരു റിലീഫ് ഫണ്ടും ഉണ്ട്. പക്ഷേ ഒരാൾ വന്ന് എന്നോട് പറയുകയാണ്, എനിക്ക് ഓൾറെഡി ഓപ്പറേഷൻ കഴിഞ്ഞു, പക്ഷെ മരുന്ന് മേടിക്കാൻ എൻ്റെ കാശില്ല, എൻ്റെ പോക്കറ്റിൽ നിന്ന് കൊടുക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ ഫൗണ്ടേഷൻ ഉണ്ടാക്കി അങ്ങനെ കൊടുക്കുന്നത്. കാരണം നിങ്ങളും മനസ്സിലാക്കണം ഈ കാര്യം. പക്ഷെ താങ്കളുടെ പാർട്ടിയിലെ ലീഡേഴ്സായ രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, അവർക്കും താങ്കളുടെ മേൽ ദേഷ്യമുണ്ട്. കാരണം പ്രസിഡന്റ് ഇലക്ഷനിൽ അവർക്കെതിരായിട്ട് താങ്കൾ നിന്നില്ലേ? നോക്കൂ, ഞാൻ അവരുടെ ദയവിലൊന്നും അല്ല മത്സരിച്ചത്. ഞാൻ മത്സരിച്ചു കാരണം ഞാൻ അതിൽ കുറെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിച്ചിരുന്നു. കാൻഡിഡേറ്റ് താങ്കൾ ആയിരുന്നില്ല. ശരിയാണ്, ഞാൻ അത് മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നു. പക്ഷെ ഞാൻ സോണിയജിയെ പോയി കണ്ടിരുന്നു, പ്രിയങ്ക ജിയെ പോയി മീറ്റ് ചെയ്തു. പിന്നെ ഭാരത് ജോഡോ യാത്രയുടെ നടുവിൽ ഞാൻ രാഹുൽ ഗാന്ധിജിയെയും കണ്ടു. 3 പേരോട് ഞാൻ പറഞ്ഞു, നോക്കൂ, ഞാൻ നിങ്ങൾക്കെതിരായിട്ടല്ല നിൽക്കുന്നത്, ഞാൻ പക്ഷേ പാർട്ടിയിൽ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആലോചിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രസിഡന്റ് ഇലക്ഷൻ നടത്തുകയാണെങ്കിൽ ഉറപ്പായും മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ് ഇതിൽ നിങ്ങളുടെ അഭിപ്രായം? ഞാൻ വിചാരിച്ചു അവർ പറയും ഇത് വേണ്ട കാര്യം, നമ്മുടെ പാർട്ടിയിലെ ഐക്യതയാണ് വേണ്ടത്, അതുകൊണ്ട് ഇങ്ങനെ ചെയ്യരുത്, പിരിഞ്ഞു പോകുന്നതാണ് നല്ലത്. പക്ഷെ അങ്ങനെ പറഞ്ഞില്ല. 3 പേരും എന്നെ പ്രോത്സാഹിപ്പിച്ചു. എന്നോട് പറഞ്ഞു ഇത് നല്ലതാണ്, പാർട്ടി വളരട്ടെ, ഇലക്ഷൻ നടക്കട്ടെ, ആരെ ഇലക്ഷന് നിന്നാലും ഞങ്ങൾ പെർമിഷൻ തരാമെന്ന് അവർ തന്നെ പറഞ്ഞു. സോ ഇതേ സ്പിരിറ്റിലാണ് ഞാൻ അകത്ത് വന്നത്. പിന്നെയാണ് മനസ്സിലായത് വേറെ ഒരു ഒഫീഷ്യൽ കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഇത് ക്ലിയർ ആയി, വേറെ കാര്യമാണ്. പക്ഷേ ഞാൻ വിചാരിച്ചു ഇത് ഒരു പ്രാവശ്യത്തേക്ക് ഒരു സ്റ്റെപ്പ് എടുത്തു, അത് പൂർത്തിയാക്കണം. പിന്നെ അതേപോലെ തന്നെ പറയുന്നത് താങ്കൾ ഇലക്ഷനിൽ നിൽക്കുകയാണെങ്കിലാണ് ഇലക്ഷൻ നടക്കുന്നത് പോലെ ഒരു ഫീൽ ഉണ്ടാകുന്നതെന്ന്. ഇലക്ഷൻ നടന്നു, പിന്നീട് നോക്കൂ, എന്റെ അഭിപ്രായത്തിൽ ലെജിറ്റിമസി ആയി. പക്ഷേ എന്തായാലും സോണിയാജി എന്നോട് പറഞ്ഞു നിങ്ങൾ സ്ട്രെങ്തൻ ചെയ്യാണ് പാർട്ടിയെ. എനിക്ക് സന്തോഷമുണ്ട് അങ്ങനെ നടന്നതിൽ. എനിക്കും പാർട്ടിയുടെ ബലമാണ് കൂട്ടേണ്ടത്. ഖർഗെ സാർ ജയിച്ചു, ഞാനതിന് മുഴുവൻ റെസ്പെക്ട് കൊടുക്കുന്നുണ്ട്. അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങളാണ് പാർട്ടിയിൽ ഞാൻ അംഗീകരിക്കുന്നത്. പറഞ്ഞതുപോലെ അല്ലല്ലോ ഖാർഗെ സാർ പറഞ്ഞത്. ഹൈക്കമാൻഡ് എന്ത് പറയുന്നു അതിന് ഞാൻ തല കുലുക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് ഹൈക്കമാൻഡിന്റെ വാക്കുകളാണ്. കുറച്ചു നാൾ മുമ്പ് എന്റെ അടുത്ത് വന്നിരുന്നു, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. ഈ വാക്കുകൾ എവിടെ നിന്നാണ് വന്നത്? ഇതിഹാസങ്ങൾ പഠിച്ചപ്പോഴാണ് ഞാൻ ഇതിനെപ്പറ്റി മുമ്പ് കേട്ടത്. ശരിക്കും World War II മറ്റേ യുദ്ധമില്ലേ, 2ാം ലോക മഹായുദ്ധം, അതിനകത്ത് ജർമ്മൻ ആർമിയിലെ ഹൈക്കമാൻഡ് ഉണ്ടായിരുന്നു. അറിയില്ല അതിൻ്റെ അകത്ത് നിന്ന് ആരാ എടുത്തോണ്ടെന്ന് നമ്മുടെ കോൺഗ്രസ് പാർട്ടിയിലേക്ക് ഇട്ടെന്ന്. പക്ഷേ ഞങ്ങളും അത് നല്ല കാര്യമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. പക്ഷേ ഇതാണ് ഹൈക്കമാൻഡ്. ഈ ഹൈക്കമാൻഡിനെ വിഷപ്പാമ്പെന്ന് വിളിക്കുന്നു, പ്രയോജനമില്ലാത്തവരെന്ന് പറയുന്നു, മരണത്തിന്റെ ഏജന്റ് എന്ന് വിളിക്കുന്നു. അവരോടൊപ്പം ഉള്ള താങ്കളുടെ ബന്ധം എത്രത്തോളം ഉണ്ടെന്ന് ഒരു ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. പ്രധാനമന്ത്രി എന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വന്നതാണ്, തിരുവനന്തപുരം. ആ സമയത്താണ് കർണാടകയിൽ എലക്ഷൻ നടന്നുകൊണ്ടിരുന്നത്. താങ്കളുടെ പാർട്ടിയിലുള്ളവരെല്ലാവരും ചേർന്ന് PM-നെ അറ്റാക്ക് ചെയ്യുന്ന സമയമായിരുന്നു. ഞാൻ തന്നെ നേരിട്ട് പോയി പ്രചാരം നടത്തിയിരുന്നു കർണാടകത്തില്. 3 ദിവസം ഞാൻ അവിടെ പോയി പ്രചാരം നടത്തിയിട്ടാണ് വന്നത്. പക്ഷേ ഇതല്ല കാര്യം. പ്രധാനമന്ത്രി എന്റെ കൺസിസ്റ്റൻസിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ അതെന്റെ ഡ്യൂട്ടിയാണ്, എന്റെ കടമയാണ് അവിടെ പോകേണ്ടത്. ഞാൻ ആ സ്ഥലത്തിന്റെ MP ആവുമ്പോൾ എന്തായാലും പ്രധാനമന്ത്രി സ്വീകരിക്കാൻ പോയേ പറ്റൂ. ഇത് നോർമലല്ലേ? പിന്നെ ഞാൻ വേറെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം.
ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ, വ്യക്തിഹത്യ ഞാൻ അതുവരെ ചെയ്തിട്ടില്ല, മോദി സാറിൻ്റെയും വേറെ ആരുടെയും ചെയ്തിട്ടില്ല. പക്ഷേ നമ്മുടെ ജനാധിപത്യത്തിൽ ഒരു റൂളുണ്ട്, ഒരു സ്ഥാനം. അതുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്ഥാനത്തിന് ഒരു ബഹുമാനം നമ്മൾ കൊടുത്തേ പറ്റൂ. കാരണം ഇപ്പോൾ ജനങ്ങൾ തിരഞ്ഞെടുത്ത് ഒരാളെ പ്രധാനമന്ത്രിയാക്കി, അദ്ദേഹം പ്രധാനമന്ത്രി പൊസിഷനിൽ എന്ന് വരെ ഇരിക്കുന്നുണ്ടോ അന്ന് വരെ നമ്മൾ അതിന് റെസ്പെക്റ്റ് കൊടുക്കണം. പക്ഷേ ഇപ്പോൾ ഇവിടെ ഞാൻ പറയുന്നു, ചിലപ്പോൾ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ശത്രുത കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഞാൻ വിദേശത്ത് പോകുമ്പോൾ അദ്ദേഹം നമ്മുടെ പ്രധാനമന്ത്രിയാണ്, അവിടെ ഞാൻ ഈ ശത്രുത കാര്യങ്ങളൊന്നും കാണിക്കാറില്ല. പക്ഷെ നോക്കൂ, താങ്കളുടെ പാർട്ടിയിൽ ചിലരുണ്ട്. ഗുലാം നബി ആസാദ് ഇവിടെ വന്നിരുന്നു. അദ്ദേഹം പറയുന്നു കോൺഗ്രസ് പാർട്ടിയിൽ അദ്ദേഹം ഉള്ള സമയത്ത് അദ്ദേഹം പറയുന്നു മോദിയെ ആരെങ്കിലും പ്രശംസിച്ചാലോ മോദിയോട് ആരെങ്കിലും സംസാരിച്ചാലോ അവരെല്ലാം മോദിയുടെ ഏജന്റ് ആണെന്ന് പറയുമെന്ന്. ശരിയാണ്, പക്ഷേ ഈ ചിന്ത അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല. എന്നെ പറ്റി കുറേ കാലങ്ങളായിട്ട് പറയുന്നുണ്ട് ഞാൻ BJP-യിൽ പോകാൻ പോകുന്നു. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറയുന്നു, നിങ്ങൾ തന്നെ വായിച്ചു നോക്ക് എന്താ എഴുതിയേക്കുന്നതെന്ന്. അവരുടെ യഥാർത്ഥ ചിന്താഗതി എന്താണെന്ന് എഴുത്തിൽ തന്നെ കാണാൻ പറ്റും. നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ഒരാളുടെ മനസ്സിൽ ക്ലിയർ ആയിട്ടുള്ള സിദ്ധാന്തമുണ്ട്, അതിനൊരു മൂല്യമുണ്ട്. അയാൾ എങ്ങനെ പെട്ടെന്ന് ചേഞ്ച് ആയി അതിന്റെ ഓപ്പോസിറ്റ് പാർട്ടിയിലേക്ക് പോകാൻ പറ്റും? പക്ഷേ അതിന്റെ അർത്ഥം നമുക്ക് നല്ലൊരു റിലേഷൻ അവരോട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല എന്നൊന്നുമല്ല. ഒരു കാലത്ത് എൻ്റെ അറിവിൽ വാജ്പേയി സാറ് എന്താണ് നെഹ്റു സാറിനെ പറ്റി പറഞ്ഞതെന്ന് അറിയാമോ? അങ്ങനെയുള്ള ചിന്താഗതികൾ ഇന്നത്തെ സമൂഹത്തിൽ ആരുടെ മനസ്സിലില്ല. വാജ്പേയിയെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, താങ്കൾ നല്ലവനാണ് പക്ഷെ തെറ്റായ പാർട്ടിയിലാണ് നിൽക്കുന്നതെന്ന്. ഞാൻ ഇതും എൻ്റെ പാർട്ടിയിൽ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട്. അതെ അതെ, എല്ലാവരും പറയുന്നത് താങ്കൾ നല്ല മനുഷ്യനാണ്, വിദ്യാഭ്യാസമുണ്ട്, പക്ഷെ തെറ്റായ പാർട്ടിയിലാണ് നിൽക്കുന്നതെന്ന്. നോക്ക്, ഞാനാണെങ്കിൽ എൻ്റെ കൺവിക്ഷൻസിൽ പറ്റിയ പാർട്ടിയാണ് തിരഞ്ഞെടുത്തത്. എന്തായാലും കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ പുസ്തകങ്ങൾ വായിച്ചു നോക്ക്. ഞാൻ അതിലെല്ലാവരെയും ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്, കോൺഗ്രസിനെ പോലും. പക്ഷേ മൻമോഹൻ സിംഗ് സാറ്, നരസിംഹറാവു സാറ് ഇവരൊക്കെ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ, ലിബറലൈസേഷൻ. എൻ്റെ ആരോപണം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസിൽ ഇപ്പോൾ നടക്കുന്ന സ്റ്റാറ്റസ് എക്കോണമി, ആ ആരോപണം ലിബറലൈസേഷൻ്റെ കൂടെ താഴെ വീണുപോയി. അത് കഴിഞ്ഞ് ഇപ്പോൾ BJP നമ്മുടെ രാജ്യത്തിനെ ഹിന്ദുത്വത്തിൻ്റെ പേരിൽ എപ്പം മുതൽ പിരിക്കാൻ തുടങ്ങിയോ, എനിക്ക് തോന്നി നമ്മുടെ രാജ്യത്തിൻ്റെ ഏകത്വത്തിന് വേണ്ടിയിട്ട് കോൺഗ്രസിൻ്റെ ഒരു ഭരണമാണ് നല്ലത്. കാരണം എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവന്ന്, നിങ്ങൾ ഹിന്ദുവാണോ മുസ്ലിമാണോ ഇല്ല മലയാളം പറയുന്നോ തമിഴ് പറയുന്നോ ഹിന്ദി പറയുന്നോ ഒന്നും പ്രശ്നമില്ലാതെ ഭാരതത്തിലുള്ള എല്ലാവരെയും ഒരേപോലെ കാണുന്ന ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രീയമാണ് എനിക്ക് താല്പര്യം. ഇതുകൊണ്ടാണ് കോൺഗ്രസിൽ വന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഹേമന്ത ബിശ്വ ശർമ്മ 22 വർഷം കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടായിരുന്നു. ആപ്കി അദാലത്തിൽ അദ്ദേഹം വന്നിരുന്നു. അദ്ദേഹമാണ് പറയുന്നത് കോൺഗ്രസിൽ വലിയ വലിയ ലീഡേഴ്സിനെ അപമാനിക്കുകയാണെന്ന്. അതായത് രാഹുൽ ഗാന്ധിയെ കാണാൻ പോകുന്ന സമയത്ത് ഏത് പ്ലേറ്റിൽ നിന്നും ബിസ്ക്കറ്റ് നായിക്ക് കൊടുത്തുവോ ആ ബിസ്ക്കറ്റ് തന്നെ ഇവർക്കും കൊടുക്കുന്നുവെന്ന്. സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാത്ത ഒരു സ്ഥലത്ത് എങ്ങനെ ഇരിക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് നടന്നിട്ടില്ല. ഞാൻ എന്താ പറയുക, ഞാൻ ആ നായെ കണ്ടിട്ടില്ല, പക്ഷേ രാഹുൽ ഗാന്ധിയെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വ്യക്തിക്കും താങ്കൾ ആ നായെ കണ്ടിട്ട് പോലും ഇല്ലേ? ഇല്ല. നോക്കൂ, ചിലപ്പോൾ അത് എൻ്റെ ഭാഗ്യമായിരിക്കും. ഞാൻ പോകുമ്പോൾ എനിക്ക് ജോലിയുടെ കാര്യം മാത്രമാണ് സംസാരിക്കേണ്ടി വരുന്നത്. അതിനുള്ള അവസരം കിട്ടിയിട്ടില്ല. നോക്കൂ, രാഹുൽജിയുടെ അടുത്ത് സംസാരിക്കുന്നതാണ് എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളത്. അദ്ദേഹം കുറച്ചുകൂടി ചെറുപ്പമാണ്, അതുപോലെ ചിന്തകൾ. അതുമല്ല, അദ്ദേഹത്തിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴത്തേക്ക് അതൊരു കഷ്ടപ്പാടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുപോലെ ചില ആൾക്കാർക്ക്, നിങ്ങൾ തന്നെ നോക്ക്, രാഹുൽ ഗാന്ധിയുടെ എത്ര ക്ലോസ് ഫ്രണ്ടാണ് ജ്യോതിരാദിത്യ സിന്ധ്യ, ജിതൻ പ്രസാദ്, RPN സിംഗ്. അവരെല്ലാം ഇപ്പം BJP-യിലാണുള്ളത്. ഇപ്പം ഞാൻ എന്താണ് പറയേണ്ടത്? അപ്പോൾ ഈ പറഞ്ഞ ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ അവസാനം ഓരോ രാഷ്ട്രീയക്കാരനും അദ്ദേഹത്തിന്റെ സ്വന്തമായിട്ടുള്ള ഞാൻ എന്താണ് ചോദിക്കുന്നത് വെച്ചാൽ, ഇത്രയും പേരുണ്ട്, ഗുലാം നബി ആസാദ്, ഹേമന്ത് ബിശ്വ ശർമ്മ, സിന്ധ്യ, അതുപോലെ ധാരാളം പേർ. എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ളവർ കോൺഗ്രസിൽ നിന്നും വിട്ടകന്നത്? നോക്കൂ, രാഷ്ട്രീയത്തിൽ ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ വളരെ സർവ്വസാധാരണമായിട്ട് നടക്കുന്നതാണ്. കർണാടകത്തിൽ ഒരു വലിയ മുഖ്യമന്ത്രി തന്നെ ഉണ്ടായിരുന്നു, ഒരു ഉപമുഖ്യമന്ത്രി തന്നെ BJP വിട്ടിട്ട് പെട്ടെന്ന് കോൺഗ്രസിലേക്ക് വന്നു. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ഞാൻ പറയുന്നത് നല്ല കാര്യമാണ്. ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ രാഷ്ട്രീയത്തിലാണെങ്കിൽ നിങ്ങൾക്കൊരു ചിന്തയുണ്ടാകണം, കൺവിക്ഷൻസ് ഉണ്ടാകണം, വിശ്വാസം ഉണ്ടാകണം, ചില സിദ്ധാന്തങ്ങൾ ഉണ്ടാകണം. അത് അങ്ങനെയാണ് രാഷ്ട്രീയത്തില്. ഞാൻ അറിഞ്ഞത് താങ്കൾ ഇപ്പോഴെല്ലാം കേരളം മൊത്തം ചുറ്റിക്കറങ്ങിയാണെന്നാണ്. ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വരാൻ ആഗ്രഹിച്ചപ്പോ ജനങ്ങൾ ചിന്തിച്ചത് എന്റെ നേറ്റീവ് പ്ലേസ് എന്താണ്. നിങ്ങൾക്കറിയാം, എന്റെ മാതാപിതാക്കൾ രണ്ടുപേരും കേരളത്തിൽ നിന്നാണ്, അവരവിടെയാണ് ജനിച്ചത്. അതുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് മത്സരിക്കേണ്ടി വന്നു. സോ എനിക്ക് ഒരിക്കലും താമസിച്ചിട്ടില്ലാത്ത ഒരു സ്ഥലത്ത്
ഹോളിഡേയ്സിന് പോയിട്ടുള്ള, കുട്ടിക്കാലത്ത് ഒരു മാസത്തേക്ക് വേണ്ടി മാത്രം പോയിട്ടുള്ള ആ സ്ഥലമാണ് എൻ്റെ കർമ്മഭൂമിയായി മാറിയത്. നാച്ചുറലി ലോക്സഭയിൽ എന്താ നടക്കുന്നതെന്ന് എനിക്കറിയാമല്ലോ. ഒരു സ്ഥലം സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ജയിച്ചേ പറ്റൂ. ഞാൻ സെലക്ട് ചെയ്തു. കേരളത്തിൻ്റെ തലസ്ഥാനമാണ് തിരുവനന്തപുരം. അവിടെ എൻ്റെ റൂട്ട്സ് എല്ലാം അവിടെ തന്നെയാണ്. 4ാമത്തെ പ്രാവശ്യം അവിടെ തന്നെ മത്സരിക്കാനാണോ ഉദ്ദേശം? അത് ഇതുവരെ തീരുമാനമായിട്ടില്ല. ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരത്തിലായിരിക്കും. പക്ഷെ എനിക്ക് വേറെ പല സ്ഥലങ്ങളിൽ നിന്നും ഒത്തിരി ഇൻവിറ്റേഷൻസ് വരുന്നുണ്ട്. പക്ഷേ അവസരം കിട്ടുന്നില്ല പോകാനായിട്ട്. പക്ഷേ ഇപ്പോൾ ഈ പ്രസിഡന്റ് ഇലക്ഷന് ശേഷം എനിക്ക് കുറച്ച് സമയം കിട്ടി. അപ്പോൾ ഞാൻ ചില ഇൻവിറ്റേഷൻസ് അക്സെപ്റ്റ് ചെയ്തിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ പോയി സംസാരിച്ചു. എനിക്ക് ജനങ്ങൾ എന്നോട് പറഞ്ഞു, എനിക്ക് ഡൽഹിയിൽ നല്ല പറ്റിയൊരു റോള് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് കേരളത്തിലേക്ക് വന്നോളൂ, അവിടെ നല്ലൊരു. അതുകൊണ്ട് ഞാൻ ഇത്തിരി മാറ്റി ചിന്തിക്കാൻ തുടങ്ങി. എന്തുകൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്തുകൂടാ കേരളത്തിലേക്ക്? അതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് വ്യക്തമായിട്ട് അറിയാം, റെസിസ്റ്റൻസ് കൊണ്ട് എൻ്റെ പാർട്ടിയിൽ തന്നെ എനിക്കറിയാം എന്നെ ഇഷ്ടപ്പെടാത്തവർ. എനിക്ക് എൻ്റെ ഭാവിയെപ്പറ്റി ആലോചിക്കേണ്ടത് എൻ്റെ ആവശ്യമായി പോയില്ലേ? ഒരു ഫുൾ കരിയർ യുണൈറ്റഡ് നേഷൻസിൽ ചെയ്തിട്ട് 35 വർഷം ചെലവാക്കിയിട്ട് ഇവിടെയും 15 വർഷം ചെയ്തിട്ട് ഇനി എത്ര കാലം ഇങ്ങനെ ജോലി ചെയ്യും? എനിക്ക് ഇങ്ങനെ ഒരു രാഷ്ട്രീയ ജീവിതം എനിക്ക് താല്പര്യമില്ല. എൻ്റെ അവസാനം വരെ, ഫ്യൂണറൽ വരെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ട്. അവസാനം നമ്മളെല്ലാം എന്താ ആഗ്രഹിക്കുന്നത്? കുറച്ച് സമയം. നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾ ജനങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങളെല്ലാം, ആ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഇപ്പം നമുക്ക് ചിലപ്പോൾ പ്രാപ്തിയില്ലായിരിക്കും. അപ്പോൾ കുറച്ച് മാറി നിന്നിട്ട് ക്രിക്കറ്റ് കാണാനോ പുസ്തകങ്ങൾ വായിക്കാനോ അല്ലെങ്കിൽ ചെറുമക്കളുടെ കൂടെ കളിച്ചിട്ട് സമയം ചെലവാക്കാനോ അങ്ങനെയുള്ള ഒരു അവസരം എനിക്ക് എപ്പോൾ കിട്ടുമെന്ന് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ അത് 2024 തന്നെ നടക്കും, ചിലപ്പോൾ അത് കുറച്ച് 5-6 വർഷം കഴിഞ്ഞിട്ടായിരിക്കും. പക്ഷേ ഇതൊക്കെ ആലോചിച്ച് ഇപ്പോഴേ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ശശി തരൂർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള ഒരു വ്യക്തിയാണ്. നോക്കൂ, ചില ആൾക്കാർ ഇതിനെപ്പറ്റി എന്നോട് സംസാരിക്കാറുണ്ട്. പിന്നെ ഞാനും നാച്ചുറലി എല്ലാ ഓപ്ഷൻസും ഞാൻ എക്സാമിൻ ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരത്തുള്ള ജനങ്ങൾ അവരുടെ മുഴുവൻ വിശ്വാസം എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ അതിനൊരിക്കലും ദ്രോഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. വീണ്ടും വിശ്വാസം തരികയാണെന്നുണ്ടെങ്കിൽ അതിന് സേവനം ചെയ്തേ പറ്റൂ. പക്ഷേ ഇപ്പോൾ ഇത് വേറെ പ്രോസ്പെക്റ്റിൽ പോയി എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എനിക്ക് ഒരു അവസരം കിട്ടുകയാണെങ്കിൽ, പാർട്ടിയുടെ നേതൃത്വം വഹിക്കാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ, ചിലപ്പോൾ ഇത് എൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായിരിക്കും. എൻ്റെ ജീവിതത്തിൽ നല്ലൊരു കൺക്ലൂഷൻ ആയിരിക്കും കിട്ടുന്നത് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ. പക്ഷേ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഇനിയും കുറച്ചുകൂടെ സമയം വേണം. ഞാൻ ശരിക്കും എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒബിയസ്ലി എൻ്റെ പാർട്ടി എന്താണ് പറയുന്നതെന്ന് കേൾക്കണം, വേറെ ജനങ്ങൾ എന്താണ് പറയുന്നതെന്ന് കേൾക്കണം. അതെല്ലാം കേട്ടിട്ട് ഞാനൊരു അഭിപ്രായം എടുക്കും. പക്ഷേ ഇപ്പൊ എനിക്ക് പ്രത്യേകിച്ച് തീരുമാനമെടുത്താൽ ആപ്കി അദാലത്തിൽ ഞാൻ വീണ്ടും വിളിക്കും. അതിനെന്താ? ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ചോദ്യങ്ങൾ തുടരുന്നതായിരിക്കും. ഭാരതം ഒരു നല്ല രാജ്യമാണ്. കാര്യം എന്ന് വെച്ചാൽ പ്രധാനമന്ത്രിക്ക് എല്ലാവരും ബഹുമാനം കൊടുക്കുന്നുണ്ട്. ഞാനും അതിന് സന്തോഷവാനാണ്. ഇതിനു മുൻപ് താങ്കൾ കണ്ടില്ലേ ഒരു PNGയുടെ നേതാവ് കാലിൽ വന്ന് വീഴുന്നത്? പ്രൈം മിനിസ്റ്ററിന്റെ കാര്യമില്ല, ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ നമ്മൾ ശശി തരൂരിനോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഉത്തരം നൽകുന്നുമുണ്ട്. ആപ്കി അദാലത്തിലെ അടുത്ത ചോദ്യം. ആപ്കി അദാലത്തിൽ റൈറ്റർ ആൻഡ് പൊളിറ്റീഷ്യൻ ശശി തരൂരിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹത്തിനും പാർട്ടിക്കും തമ്മിൽ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. നോക്കൂ, ഫോറിൻ പോളിസി എന്ന് വരുമ്പോൾ പ്രധാനമായും താങ്കൾ ഉണ്ടായിരിക്കും. ലണ്ടനിൽ പോയി അവരുടെ മുഖം എങ്ങനെയാണെന്ന് താങ്കൾ അവർക്ക് കാണിച്ചു കൊടുത്തു. എല്ലാവരും താങ്കളെ പ്രശംസിച്ചു. പക്ഷേ രാഹുൽ ഗാന്ധി ഇംഗ്ലണ്ടിലേക്കും അമേരിക്കയിലേക്കും പോകുമ്പോൾ ഇവിടെ ഇന്ത്യയിൽ ജനാധിപത്യം നശിച്ചു എന്നാണ് പറയുന്നത്. നിങ്ങൾ വന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് അവരോട് കേൺ അപേക്ഷിക്കുകയാണ്. ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇത് നോക്ക്, ഒരു തെറ്റായിട്ടുള്ള ആരോപണമാണ്. ഇത് ശരിക്കും തെറ്റായിട്ടുള്ള ഒരു ആരോപണമായിരുന്നു. പക്ഷെ നിങ്ങളെല്ലാവരും കൈയടിച്ചല്ലോ. അപ്പൊ പറയട്ടെ, രാഹുൽ ഗാന്ധിജി പറഞ്ഞിരുന്നു, നമ്മുടെ ഡെമോക്രസിയിൽ ഒത്തിരിയേറെ ചലഞ്ചസ് ഉണ്ട്, പക്ഷെ നമ്മുടെ തന്നെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മളതെല്ലാം സോൾവ് ചെയ്യേണ്ടത്, വേറെ ആരുടെ അല്ല. കാരണം നിങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, ഭാരതീയ ജനാധിപത്യം എന്ന് പറയുന്നത് ലോക രാജ്യങ്ങളുടെ മുന്നിൽ തന്നെ ഒരു മാതൃകയാണ്. എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാകണം. നിങ്ങൾ എന്നെ വന്ന് സഹായിക്കെന്ന് പറഞ്ഞില്ല, പക്ഷെ നിങ്ങൾ അത് അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങളുടെ പറഞ്ഞതെന്ന് ഞാൻ ഇവിടെ വ്യക്തമായിട്ട് പറയാം. അദ്ദേഹം പറഞ്ഞത്, ഹൗ വുഡ് യു റിയാക്ട് ഇൻ ഡെമോക്രസി സഡൻലി ഡിസപ്പിയർഡ് ഇൻ യൂറോപ്പ്? You will be shocked and say, oh my God, that's a massive blow to democracy. And he says, that has happened already. That not something that going to happen in future. And with that regard,
യൂറോപ്പ് ഷോക്സ് മീ ദാറ്റ് ദർ ഇസ് നോ റിയാക്ഷൻ. ആ റിയാക്ഷൻ എന്ന് വെച്ചാ അത് ഞാൻ അദ്ദേഹം പറഞ്ഞത് പറയുന്നത് ഇവിടെ എന്താണെന്ന് ഡെമോക്രസി മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. പക്ഷേ യൂറോപ്പ് ആരും റിയാക്ട് റിയാക്ട് ചെയ്തില്ല. ചെയ്യുന്നില്ല. അതിനെപ്പറ്റി അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ജനാധിപത്യം ഉണ്ടല്ലോ, ഞാൻ എല്ലാ ഇലക്ഷനെയും ഞാൻ ഫ്രീ ആൻഡ് ഫെയർ ആയിട്ടാണ് കാണുന്നത്. തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ജനങ്ങൾക്കാണുള്ളത്. പക്ഷേ 2 ഇലക്ഷന്റെ നടുക്ക് നടക്കുന്ന കാര്യങ്ങൾ, ഇതിന്റെ നടുക്ക് ഒത്തിരി കാര്യങ്ങൾ കുറവാണ് നമ്മളുടെ ജനങ്ങൾ. ഞാൻ ഈ ഒരു കാര്യത്തിലാണ് പക്ഷേ കൂടുതൽ ഇതെല്ലാം ഞാൻ ശ്രദ്ധിക്കുന്നത്. സമ്മതിക്കുന്നു. പക്ഷെ താങ്കൾ ഈ കംപ്ലൈന്റ് ഒരിക്കലും യൂറോപ്പിൽ പോയി പറഞ്ഞിട്ടില്ല, അമേരിക്കയിലും താങ്കൾ പറഞ്ഞിട്ടില്ല. ശരിയാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേ വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന്, ഇതൊരു കോൺഗ്രസിന്റെ ഫോറിൻ പോളിസി അല്ല, BJPയുടെ ഫോറിൻ പോളിസി അല്ല, ഭാരതത്തിന്റെ ഫോറിൻ പോളിസിയാണ്, ഭാരതത്തിന്റെ ഇൻട്രസ്റ്റ് ആണ്. ഞാനാണെങ്കിൽ ഇപ്പോൾ എക്സ്റ്റേണൽ അഫയേഴ്സ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു. ഞാൻ ഇതേ സ്പിരിറ്റിലാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ നമ്മുടെ രാഷ്ട്രീയ കാര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും, പക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തിയിൽ പോയാണ് നിൽക്കുന്നത്. പുറത്തുള്ള ആൾക്കാരോട് ഇത് ഒരിക്കലും പറയാൻ പാടില്ല. പക്ഷേ ഇതിന്റെ ഒരു കാര്യം കൂടെ ശരിയാണ്, ഇതിനു മുൻപേ ഇത് ബ്രേക്ക് ചെയ്തത് BJPയും മോദി സാബുമാണ്. മോദി സാബ് വിദേശത്ത് പോയി, അവിടെ പോയി പറഞ്ഞു നമ്മുടെ നാട്ടിൽ കുറേ കാര്യങ്ങൾ ശരിയല്ല 50-60 വർഷങ്ങളായിട്ട്. എന്തെന്നാ, നമ്മുടെ മുമ്പ് വന്ന ചില ആൾക്കാർ ഭാരതത്തിനെ ഇത്ര മോശമായിട്ട് ഭരിച്ചു, കാരണം ജനങ്ങൾ അഭിമാനത്തോടെ പറയാൻ പോലും പറ്റില്ലായിരുന്നു ഞങ്ങൾ ഭാരതീയരാണെന്ന്. മോദി സാബ് ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു. ഞങ്ങൾക്ക് തന്നെ അതിശയമായിരുന്നു, കാരണം ഒരിക്കലും ഒരു പ്രധാനമന്ത്രിയും അവരുടെ ഭരണവും ഭാരതത്തിന്റെ ഭരണവും വിദേശത്ത് പോയി പറഞ്ഞിട്ടില്ല. ആദ്യം ചെയ്തത് മോദിജിയാണ്. താങ്കൾ പറയുന്നു എസ് ജയശങ്കറിനെ ഫോറിൻ മിനിസ്റ്റർ ആക്കിയത് നല്ല കാര്യമാണ്, നല്ലതാണ് അതേപോലെ ചെയ്തത്. അദ്ദേഹം ഒരു നല്ല ഡിപ്ലോമാറ്റ് ആണ്. തീർച്ചയായും ഒരു ദിവസം പവൻ വർമ്മയും വരണം. കാരണം ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ജനങ്ങൾ നല്ല ജീവിതാനുഭവം ഉള്ളവർ, വിദേശത്തെക്കുറിച്ച് സംസാരിക്കാൻ അറിവുള്ളവർ, കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നവർ, അങ്ങനെയുള്ളവരാണ് നമുക്കിപ്പോ അധികാരത്തിലേക്ക് പാർട്ടി വരേണ്ടത്. ലീഡർ രാഹുൽ ഗാന്ധി പറയുന്നത് ചൈനയെ കുറിച്ച് അദ്ദേഹത്തിന് ഒന്നും അറിയില്ലെന്നാണ്. ചൈനയുടെ ഭീഷണി മനസ്സിലാക്കിയില്ലെന്ന്. ചൈനയെ പറ്റി നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ അത് എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ടാവും. നമ്മുടെ നാടിന്റെ അതിർവരമ്പ് അത് കറക്റ്റായിട്ട് വരച്ചിട്ടൊന്നുമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 അതിർവരമ്പ് എവിടെയാണെന്ന് അറിയില്ല. അതിൽ ഇങ്ങനെയും ചില ഏരിയാസ് ഉണ്ട്. അതിൽ 2 സൈഡും പെട്രോളിംഗ് നടക്കുന്നുണ്ട്. നമ്മുടെ പെട്രോളിംഗ് പോകുന്നു തിങ്കളാഴ്ച, അവരുടെ പെട്രോളിംഗ് വരുന്നു ചൊവ്വാഴ്ച. അതിന്റെ ഇടയ്ക്ക് വഴക്കുകളൊന്നും വരാറില്ല. കാരണം നമ്മുടെ അതിർത്തി സ്ഥാപിക്കാൻ നമ്മൾ പോയിട്ടില്ല, അവരുടേത് സ്ഥാപിക്കാൻ അവരും വന്നിട്ടില്ല. ഇപ്പൊ പക്ഷേ ഇങ്ങനെ ഒരു പെട്രോളിംഗ് സ്റ്റേഷൻ വന്നു, 24 സ്ഥലത്ത് വന്നിട്ടുണ്ട്. അവിടെ ഭാരതത്തിന്റെ പെട്രോളിംഗ് പോകാൻ പറ്റില്ല. ചൈനക്കാർ വന്ന് ആ സ്ഥലം അവരുടെ അധീനതയിലാക്കി കളഞ്ഞു. അവിടെ പട്ടാളക്കാരെയും അവരുടെ ബേസസും എല്ലാം അവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനെപ്പറ്റി നമ്മുടെ ഗവൺമെന്റ് എന്താണ് ചെയ്യുന്നത്? ഇതിനെപ്പറ്റി കോൺഗ്രസ് പാർട്ടി ചോദിച്ചു, ഇതുവരെ മറുപടി കിട്ടിയില്ല. പ്രധാനമന്ത്രി പറഞ്ഞതാണെന്നുണ്ടെങ്കിൽ ചൈനക്കാർ ഇതുവരെ നമ്മുടെ സ്ഥലമൊന്നും എടുത്തിട്ടില്ല, ഇതുവരെ ഒന്നുമേ എടുത്തിട്ടില്ല. ഭാരതത്തിന്റെ ഭൂമിയാണോ അല്ലയോ എന്നുള്ളത് വേറെ കാര്യമാണ്. പക്ഷേ ആ സ്ഥലങ്ങളിൽ നമ്മുടെ പട്ടാളക്കാർക്ക് പോകാൻ പറ്റുമായിരുന്നു. ആ സ്ഥലം എന്തിന് ചൈന അങ്ങ് എടുത്തു? ഞാൻ നിർമ്മല സീതാരാമന്റെ സ്റ്റേറ്റ്മെന്റ് വായിച്ചു. അവർ പറയുന്നു രാഹുൽ ഗാന്ധിക്ക് ചൈനയുമായി ഒരു ബന്ധം, ചൈനീസ് അംബാസിഡറുമായിട്ട് ഒരു സൗഹൃദം. അതെനിക്ക് അവരുടെ ഫോറിൻ മിനിസ്റ്ററോട് ഞാൻ നമുക്ക് കുറെ ആൾക്കാരെ ചോദിക്കണം. കാണാറുണ്ട്, അവരുടെ അഭിപ്രായം കേൾക്കാറുണ്ട്. അതുകൂടെ ചേർത്താണ് ഞാൻ എന്റെ അഭിപ്രായം പറയുന്നത്. പക്ഷേ ഈ കേൾക്കുന്ന പക്ഷേ ഇപ്പോഴൊക്കെ ആരോപണങ്ങളെല്ലാം എന്താണ് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ ഓസ്ട്രേലിയയുടെ PM നമ്മുടെ പ്രൈം മിനിസ്റ്ററെ കണ്ടിട്ട് ബോസ് എന്നാണ് വിളിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് മോദിജിയുടെ ഒരു ഓട്ടോഗ്രാഫ് വേണമെന്ന് പറയുന്നു. പക്ഷേ എന്താണ് മോദിജി സ്വന്തമായിട്ട് പറഞ്ഞത്? അതൊരു വ്യക്തിപരമായ കാര്യമല്ല, അത് ഭാരതത്തിന്റെ കാര്യമാണ്. കാരണം ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയാണ് പറയുന്നത്. ഭാരതം ഇത്ര മഹത്തായിട്ടുള്ള ഒരു രാജ്യമാണ്. ഇവിടുത്തെ ജനങ്ങൾ നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഒരു ബഹുമാനം കൊടുക്കുന്നുണ്ട്. എനിക്ക് സന്തോഷമുണ്ട്. എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് നമ്മുടെ പ്രധാനമന്ത്രിക്ക് ബഹുമാനം ഇതിന് കിട്ടുന്ന മുമ്പ് താങ്കൾ വിദേശത്താണെങ്കിലും. കണ്ടിട്ടുണ്ടോ PMGയുടെ പ്രൈം മിനിസ്റ്റർ കാലിലാണ് വീഴുന്നത്? നമ്മുടെ പ്രൈം കാല് തൊട്ട് മിനിസ്റ്റർ വന്നിച്ച കാര്യമല്ല ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. കാല് തൊട്ട് വന്നിച്ച കാര്യം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. പക്ഷെ ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ, അദ്ദേഹം പ്രസിഡന്റ് ബറാക് ഒബാമയോട് ചോദിച്ചു, നിങ്ങളുടെ പ്രസിഡന്റ് ആയിട്ടുള്ള അനുഭവത്തിൽ ഏത് നാട്ടിന്റെ നേതാവാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ ഇംപ്രസ് ചെയ്തത്? ആദ്യത്തെ പേര് അദ്ദേഹം പറഞ്ഞത് മൻമോഹൻ സിംഗ് സാറിന്റെയാണ്. അങ്ങനെയൊക്കെ ഇല്ല, ഇതിൽ സംശയിക്കാൻ വകയൊന്നുമില്ല. മൻമോഹൻ സിംഗ് ലോകമെല്ലാം അതേപോലെ തന്നെ നേതാവാണ്. നെഹ്റു സാറിന്റെ കാര്യത്തിലും സ്വിസ് ക്രൈസിസിന്റെ കാര്യത്തിൽ അത് ഇൻവോൾവ് ആയി, ആ കാര്യവും അത് തീരുമാനമാക്കി തന്നു. പാകിസ്ഥാനിലുള്ള ആൾക്കാർ പോലും അതിനെപ്പറ്റി നല്ലതായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. സോ നമ്മുടെ
എന്റെ അഭിപ്രായത്തില് ഭാരതത്തിന്റെ നേതൃത്വം ഒരു വലിയ ഉത്തരവാദിത്വമാണ്. കാരണം ഭാരതത്തിന്റെ പേരിൽ നമ്മുടെ പ്രധാനമന്ത്രി കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും സന്തോഷം തന്നെയാണ്. ശശി, താങ്കളോട് ഞാൻ പല ചോദ്യങ്ങളും ചോദിച്ചു. താങ്കളുടെ രാഷ്ട്രീയപരമായുള്ളതും പേഴ്സണലായിട്ടുള്ളതും അതുപോലെ സൗഹൃദപരമായിട്ടുള്ളതും ചില ചോദ്യങ്ങൾ താങ്കളുടെ മനസ്സിനെ ഒരുപക്ഷെ വേദനിപ്പിച്ചിട്ടുണ്ടാകും. താങ്കളൊരു രാഷ്ട്രീയക്കാരനായതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത്. ഒരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ നമ്മുടെ ജഡ്ജി പവൻ വർമ്മയുടെ ജഡ്ജ്മെന്റ് നമുക്ക് കേൾക്കാം. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മുടെ വിചാരണയിൽ ശശി തരൂർ ആണ് ഉള്ളത്. ഇന്ന് ആപ്കി അദാലത്തിൽ നമ്മുടെ ജഡ്ജിയായ പ്രസിദ്ധനായ ഡിപ്ലോമാറ്റ്, റൈറ്റർ, കവി പവൻ വർമ്മയുടെ ജഡ്ജ്മെന്റ് നോക്കാം. എന്റെ ജഡ്ജ്മെന്റ് ഞാൻ വളരെ വിശദമായി തന്നെ നൽകാൻ പോവുകയാണ്. ഇദ്ദേഹത്തിന്റെ നേരെ നിങ്ങൾ വളരെ വിചിത്രമായൊരു ആരോപണമായിരുന്നു ഉന്നയിച്ചിരുന്നത്. അതായത് എല്ലാവരുടെയും മുന്നിൽ നിങ്ങൾ ഇദ്ദേഹത്തെ ലേഡീസ് മാൻ എന്ന് അഭിസംബോധന ചെയ്തു. എന്റെ അറിവിൽ ഇതൊരു പരിധിവരെ സത്യം തന്നെയാണ്. പക്ഷേ എനിക്ക് വേറൊരു കാര്യം കൂടി അറിയാം. തെറ്റായ ഉദ്ദേശങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. മറ്റൊരു വിഷയം, മറ്റൊരാരോപണം നിങ്ങൾ ഉന്നയിച്ചത് അത് സുനന്ദ പുഷ്കറുമായിട്ട് ബന്ധപ്പെട്ടത്. ഇവിടെ വെച്ച് ഞാനൊരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് സുനന്ദ പുഷ്കറിനെയും അറിയാം, ശശി തരൂറിനെ അതിലും നന്നായും അറിയാം. ഈ ആരോപണങ്ങൾ മുഴുവനായും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് തന്നെ പറയാം. ഇതൊരു തെറ്റായ ആരോപണമായിരുന്നു. കോടതിയും ആ കേസ് ഒഴിവാക്കിയതാണ്. അതൊരു അർത്ഥമില്ലാത്ത കേസാണെന്നേ ഞാൻ പറയൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ചാപ്റ്റർ നിങ്ങളുടെ മനസ്സിൽ നിന്നും ഒഴിവാക്കിയത് വളരെ നന്നായി. നിങ്ങളെ ലേഡീസ് മാൻ എന്ന് പറയാറുണ്ടല്ലോ. രജത് സാറും നിങ്ങളോട് ആ ചോദ്യം ചോദിച്ചിരുന്നു. അതായത് ആരെങ്കിലും നാലാമത്, അതായത് കല്യാണം കഴിക്കാൻ വല്ല പ്ലാനും ഉണ്ടോ എന്ന്. അപ്പോഴാണ് ഞാൻ ഇദ്ദേഹത്തെ കമൽഹാസന്റെ ഒരു പഴയ പടത്തെപ്പറ്റി ഓർമ്മിപ്പിച്ചത്. പടത്തിൻ്റെ പേര് മന്മഥലീല. ഇപ്പോ നിങ്ങൾക്ക് ലൈഫിൽ സെറ്റിൽ ആവാം, അതാണ് എൻ്റെ ആഗ്രഹം. വേറൊരു കുറ്റം കൂടി നിങ്ങൾ ചുമത്തിയിരുന്നു, മിസ്ഫിറ്റ് ഇൻ പൊളിറ്റിക്സ്. എൻ്റെ അഭിപ്രായത്തിൽ ഇത് വളരെ തെറ്റായ ഒരു ആരോപണമാണ്. ശശി തരൂരിനെ പോലെയുള്ള ആളുകൾ ഇനിയും രാഷ്ട്രീയത്തിലേക്ക് അധികമായിട്ട് വരേണ്ടതുണ്ട്. ഇന്നത്തെ നമ്മുടെ രാഷ്ട്രീയം തന്നെ മോശമായൊരവസ്ഥയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ പോലെ വിദ്യാഭ്യാസമുള്ള ഡിപ്ലോമാറ്റ്സ് എല്ലാവരും രാഷ്ട്രീയത്തിൽ വരണം. ഇവരെപ്പോലുള്ളവർ രാഷ്ട്രീയത്തിൽ വന്ന് അവരുടെ കടമ നിർവഹിച്ചാൽ അത് രാജ്യത്തിന് തന്നെയല്ലേ നല്ലത്. രാജ്യത്തിന് നിങ്ങളുടെ സേവനം ആവശ്യമാണ് എന്നാണ് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത്. എല്ലാ ജനങ്ങളും നിങ്ങളുടെ കൂടെ നിൽക്കും, നിങ്ങളുടെ കൂടെ ഒന്നിച്ച് കൈകോർത്ത് അണിനിരക്കും. ഇപ്പം ഞാനൊരു കവിത പാടാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ പോയ ശേഷം അവസ്ഥ എന്തായിരിക്കുമെന്ന് ആലോചിക്കരുത്. നാം പോയതിനു ശേഷം അവസ്ഥ എന്തായിരിക്കുമെന്ന് നീ ആലോചിക്കരുത്. നീ ജീവനോടുള്ള സമയത്ത് നടക്കുന്ന തിന്മകളെ നീ നേരെയാക്ക്. ശശി തരൂർ ഇതുപോലെ പബ്ലിക്കിന് സേവനം ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇലക്ഷനിൽ ജയിക്കണം, ജനങ്ങളുടെ മനസ്സും കീഴടക്കണം, നാടിന് സേവനം ചെയ്യണം, അതുപോലെ രാജ്യത്തെ മറ്റൊരു തലത്തിൽ കൊണ്ടെത്തിക്കണം. ഇന്നത്തെ വിചാരണ അവസാനിക്കുകയാണ്. വീണ്ടും അടുത്ത എപ്പിസോഡിൽ മറ്റൊരു അതിഥിയോടൊപ്പം നമുക്ക് കാണാം. നമസ്കാരം.